അപ്പോൾ ഇൻട്രോവേർട്ടർ ഫിൽമി ക്രൂവിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ അങ്ങനെ നമ്മൾ വന്നിരിക്കുകയാണ് പുതിയൊരു ഓണാഘോഷം അല്ലേ. ഒരു ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഓണച്ചിത്രങ്ങളുടെ ഒരു ഡിസ്കഷന് വേണ്ടി വന്നിരിക്കുകയാണ്. നമുക്ക് ആക്ച്വലി ഓണത്തിനിറങ്ങിയ എല്ലാ സിനിമകളും ഇറങ്ങിയ ദിവസം തന്നെ കണ്ടിരിക്കുന്നു. പക്ഷേ എല്ലാത്തെ പറ്റി കുറച്ചുകൂടെ കാര്യമായിട്ട് പറയാനുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് സംസാരിക്കാം എന്ന് തീരുമാനിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് ഈ സിനിമകളെല്ലാം ഇറങ്ങി 28-29 തീയതിയായിട്ടാണ് ഈ ഓണച്ചിത്രങ്ങൾ 4 പടം ഇറങ്ങിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഓണത്തിനിറക്കാനുള്ളൊരു പ്ലാനിലാണ് നമ്മളിപ്പോൾ ഡിസ്കഷൻ ചെയ്യുന്നത്. അതിന് വേറെ കാരണം നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ലോകയെ പറ്റിയാണ്. ലോകയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി കുറച്ച് സ്പോയിലേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ സിനിമ ഈ 1 വീക്കിൽ ആ സ്പോയിലേഴ്സ് ഇല്ലാതെ കണ്ട ഒരു വലിയ കൂട്ടം ആൾക്കാർ കണ്ടു. സിനിമ ഇപ്പോൾ ഒരു 100 കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് നല്ല രീതിയിൽ സ്പോയിലേഴ്സ് ഉണ്ടാവും. സോ ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി പടം കണ്ടിട്ട് വന്ന് വീഡിയോ കാണുക. നമ്മൾ ലോകയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. സോ നമ്മുടെ ആദ്യത്തെ ലേഡി സൂപ്പർ ഹീറോയുടെ കഥയാണ്. പിന്നെ പടത്തിൽ തന്നെ പറയുന്നത് പോലെ സൂപ്പർ ഹീറോ ആണോ എന്ന് ചോദിച്ചാൽ ഒരു ടൈപ്പ് സൂപ്പർ ഹീറോ എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഈ സിനിമയുടെ ടീസറും ട്രെയിലറും നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടീസർ ട്രെയിലറിൽ നമ്മളെല്ലാവരും കോമൺ ആയിട്ട് പറഞ്ഞത് കാണാൻ നല്ല വിഷ്വലി ഭയങ്കര രസമുള്ള ഒരു പടമായിരിക്കും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനാണ് ഈ സിനിമയെ പറ്റി. പിന്നെ നമ്മളൊരു ഡൗട്ട് എനിക്ക് അതിനുമുമ്പ് റിവീൽ ആയെന്ന് തോന്നുന്നു. ബട്ട് നമ്മളിങ്ങനെ ഡൗട്ട് പറഞ്ഞാൽ ഇത് പുള്ളിക്കാരത്തെ ഒന്നെങ്കിൽ ഒരു ഏലിയൻ ആ ഒരു ലൈൻ ഓഫ് സംഭവമായിരിക്കും, മനുഷ്യശ്രീ ആയിരിക്കത്തില്ലെന്ന് നമ്മൾ പറഞ്ഞത്. കാരണം ഇത് പറക്കോ എന്നാണ് മറ്റേ അവൻ ചോദിക്കുന്നത്, ഇവള് പറക്കോ എന്നല്ല. അപ്പം അങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് നമുക്കൊരു ഡൗട്ട് അടിച്ചു. നമ്മൾ ഏലിയനാണെന്നാണ് നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഇനിഷ്യലി വിചാരിച്ചത്. ബട്ട് ആ ലൈനല്ല, ഈ ലൈനാണ് ഇപ്പം സിനിമയിലുള്ള ലൈനാണ് ബെറ്റർ തോന്നുന്നു. അപ്പോൾ ലോകയുടെ ഡയറക്ടർ ഡൊമിനിക് കെറിനെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട് എനിക്ക്. അതായത് 2021 നമ്മുടെ കോവിഡിൻ്റെയൊക്കെ ടൈം കഴിഞ്ഞ് നമ്മൾ ഈ ഷോർട്ട് ഫിലിമുകൾ ചെയ്യാനുള്ളൊരു ശ്രമം നടത്തി. അപ്പോൾ അന്ന് നമുക്ക് കോവിഡ് ടൈം ആയതുകൊണ്ട് നമുക്ക് ബജറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ കൂട്ടുകാരെയൊക്കെ വെച്ചുകൊണ്ട് ഒരു ക്യാമറ എടുത്തുകൊണ്ട് ഒറ്റ മുറിയിൽ 2 പേര് ഒക്കെ വെച്ച് ഉള്ള 2-3 ഷോർട്ട് ഫിലിം ചെയ്തു. ഈ 2-3 ഷോർട്ട് ഫിലിം ചെയ്തിട്ട് 2 ഞങ്ങൾ ഇറക്കി വിട്ടു. പക്ഷേ 3-ാമത് ചെയ്ത ഷോർട്ട് ഫിലിം ഞങ്ങൾക്ക് തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്ത ലെവലിൽ ശോക സാധനമാണ്. അപ്പോൾ അത് ചെയ്ത് എഡിറ്റൊക്കെ ചെയ്ത് ലാസ്റ്റിനെ കണ്ടുകൊണ്ടിരുന്നത് പറ്റുന്നില്ല. നമ്മൾ റിവ്യൂ ചെയ്തെങ്കിൽ ട്രോൾ വീഡിയോ. അതെ ട്രോൾ വീഡിയോ നമ്മൾ തന്നെ അത് കണ്ടിട്ട് അവസാനം നമ്മൾ ഷിഫ്റ്റ് ഡിലീറ്റ് അടിച്ചത് കളഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായി. കാര്യം നമ്മൾ സിനിമയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നു, നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്യാൻ ശ്രമിച്ചിട്ട് ഷോർട്ട് ഫിലിം തന്നെ അമ്പെ പാളിപ്പോവാണ്. അപ്പം നമ്മൾ ഈ പരിപാടി നമുക്ക് പറ്റിയതല്ലേ എന്നുള്ളൊരു ഡൗട്ടിലേക്ക് നിന്ന സമയത്ത് ഒരു ഷോർട്ട് ഫിലിം കൂടെ ചെയ്ത് നോക്കാം. ആ ഷോർട്ട് ഫിലിം അത്യാവശ്യം ആ ഷോർട്ട് ഫിലിം വെച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യുക. അതായത് അത് നന്നായാൽ അല്ലെങ്കിൽ അത് അത്യാവശ്യം നമുക്ക് ഒരാളെ കാണിക്കാവുന്ന ഒരു രീതിയിൽ എത്തിയാൽ നമുക്ക് ഈ പരിപാടി വീണ്ടും തുടരാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് പോകാം എന്നുള്ളൊരു ഐഡിയയിലേക്ക് എത്തി. ആ സമയത്ത് എൻ്റെ ഒരു കഥ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഇദ്ദേഹം എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നൊരു ഷോർട്ട് ഫിലിമുണ്ട്, മൃത്യുഞ്ജയ്. ആ മൃത്യുഞ്ജയത്തിൻ്റെ ഡയറക്ടറാണ് ഡൊമിനിക്. ആ ഷോർട്ട് ഫിലിം കണ്ടു നോക്കുക. ജസ്റ്റ് ഒരു ഫൺ, ഒരു ഗ്യാങ്സ്റ്റർ കോമഡി ഷോർട്ട് ഫിലിം. അപ്പോൾ ആ ഷോർട്ട് ഫിലിം കണ്ടതിന് ശേഷം ഞങ്ങൾ ചെയ്തിരുന്ന ഷോർട്ട് ഫിലിമും ഒരു ഗ്യാങ്സ്റ്റർ ഡ്രാമയാണ്. അപ്പോൾ പുള്ളി ആ മൃത്യുഞ്ജയ് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷോർട്ട് ഫിലിം. ബ്ലാക്ക് ആൻഡ് വൈറ്റും ഇടയ്ക്ക് ഈ പറഞ്ഞ കളേഴ്സ് വരും, നമ്മുടെ സിൻസിറ്റിയിലൊക്കെ ഉള്ള പോലെ. അത് കണ്ട് ഇൻസ്പയർ ആയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് ഫിലിമും നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യാമെന്ന ഐഡിയ ആദ്യം പറഞ്ഞു. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫുള്ള് ചെയ്യേണ്ട, നമുക്ക് കുറച്ച് പോർഷൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യാമെന്നുള്ള ലൈനിലേക്ക് മാറി ഞങ്ങൾ ആ ഷോർട്ട് ഫിലിം ചെയ്തു. ആ ഷോർട്ട് ഫിലിമിൻ്റെ ഫൈനൽ ഔട്ട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമില്ല, നമുക്ക് ഇനിയും ബെറ്ററാക്കി പടങ്ങൾ ചെയ്യാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ ആ ഷോർട്ട് ഫിലിം ഹെൽപ്പ് ചെയ്തു. ആ ഷോർട്ട് ഫിലിം പേര് ഓൾഡ് മോങ്ക് എന്നാണ്. അതിൻ്റെ ലിങ്ക് കൊടുക്കുക, കണ്ടു നോക്കും. ഇപ്പോൾ കണ്ടാൽ ഭയങ്കര അമച്ചറായിരിക്കും, എന്നാലും താല്പര്യമുള്ളവർ. എത്ര വർഷം അത് 2022 ഇറങ്ങിയതാണ്. അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ കോവിഡിൻ്റെ ടൈമിൽ നമ്മൾ ഷൂട്ട് ചെയ്തതാണ്. അത് റെസ്ട്രിക്ഷൻ എല്ലാമായിട്ട് ആളൊന്നുമില്ല, ആളുമ്പോഴില്ല, പിന്നെ എല്ലാം പിള്ളേരാണ്. ഒരു കമ്മിങ് ഓഫ് ഏജ് ഗ്യാങ്സ്റ്റേഴ്സ് എന്ന് വേണം പറയാം, അല്ല എല്ലാം പിള്ളേരാണ് ഗ്യാങ്സ്റ്റേഴ്സ് ആയിട്ട് വരുന്നത്. മേക്കപ്പ്, കോസ്റ്റ്യൂമോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിക്ക് നമുക്ക് എന്താ പറയുക, ഒരു ഇൻസ്പിറേഷൻ തന്ന ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു ഈ മൃത്യുഞ്ജയത്തിൻ്റെ ഡയറക്ടറാണ് ഡൊമിനിക്. ഞാൻ അന്നോട്ട് പുള്ളിയുടെ ഈ മൃത്യുഞ്ജയന് ക്രീഡം എന്നൊക്കെ പറഞ്ഞ ഷോർട്ട് ഫിലിംസ് ഉണ്ട്, അതൊക്കെ ഇങ്ങനെ ഫോളോ എന്തോ ഒരു വെറൈറ്റി
പരിപാടിയുള്ള പുള്ളിയാണല്ലോ എന്ന് പറയും. പിന്നെ എൻ്റെ ഫ്രണ്ട് ശ്രീനാഥിന്റെ ഫ്രണ്ടാണ്, അദ്ദേഹമാണ് തരംഗത്തിന്റെ എഡിറ്റർ. അതെ, തരംഗം. തരംഗം ആക്ച്വലി ഡൊമിനിക് എന്ന് പറഞ്ഞ ഡയറക്ടറെ അറിയാതെ നമ്മൾ തരംഗം കണ്ടു. അന്ന് ആ സമയത്ത് നമ്മുടെ മലയാളത്തിലുണ്ടായ ഒരു ന്യൂ ഏജ് സിനിമകളുണ്ടല്ലോ, അതായത് ആ ടൈമിൽ വന്നൊരു സിനിമ. അപ്പം നമ്മൾ കണ്ട ഗൈറിച്ചി, ടെറന്റീനോ സിനിമകളുടെ ഒക്കെ ഒരു ആരാധകൻ ഒരു സിനിമ എടുത്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ലൈൻ ഓഫ് ഒരു പടമായിരുന്നു തരംഗം. അത് ഫുള്ളി വർക്കായില്ലെങ്കിലും അന്ന് ഇത് ഫസ്റ്റ് ടൈം തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് എടാ ഇത് നമ്മളൊക്കെ വെറൈറ്റി പരിപാടികളുണ്ട്, പക്ഷെ അത് ഫുള്ളി വർക്കാവുന്നില്ല, എന്നാലും അതൊരു വൺ ടൈം വാച്ചബിൾ പടമായിരുന്നു അന്ന്. അത് കഴിഞ്ഞ് പുള്ളി ഒരു പോക്ക് പോയി. പിന്നെ പുള്ളി ആരും കണ്ടിട്ടില്ല. പിന്നെ പുള്ളി വരുന്ന ഇടയ്ക്ക് ഒബ്ലിവിയൻ എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് വീഡിയോ ആയിട്ടാണ് വരുന്നത്. അതും ശ്രീനാഥ് എഡിറ്റ് ചെയ്തത്. അത് ശ്രീനാഥ് എഡിറ്റ് ചെയ്ത്, അതുപോലെ അതിൽ നിമിഷമായിരുന്നു ക്യാമറ ചെയ്തത്. അപ്പൊ അങ്ങനെയാന്ന് തോന്നുന്നു ഇവർ ഈ പടത്തിലേക്ക് അസോസിയേറ്റ് ആയത്. അന്ന് പറഞ്ഞ ഐഡിയാസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ചർച്ച ചെയ്യുമല്ലോ. സോ അപ്പോൾ നമ്മൾ ലോകയിലേക്ക് വരികയാണെങ്കിൽ, ലോക എനിക്ക് ഞാൻ തിയേറ്ററിൽ 3 വട്ടം കണ്ടു കേട്ടോ. ഞാൻ ഇപ്പം 3 വട്ടം ലോക തിയേറ്ററിൽ കണ്ടു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. കാരണം എനിക്ക് തീരെ എക്സ്പെക്റ്റേഷൻ ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചൊരു എക്സ്പെരിമെൻ്റൽ സിനിമയായിരിക്കും, കുറച്ച് പേര് കണ്ട് ഇഷ്ടപ്പെടും, പക്ഷേ മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് ഇതൊരു ഒരു പരിശ്രമം എന്നുള്ള ലൈനിൽ പോവും. അങ്ങനെ ഒരു മിക്സ്ഡ് റെസ്പോൺസിൽ ഒതുങ്ങുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് ഞാൻ ഇതിൻ്റെ ട്രെയിലറും ടീസറും കണ്ടപ്പോൾ വിചാരിച്ചിരുന്നത്. ആ ചിന്തയെ അപ്പാടെ മാറ്റിമറിച്ചൊരു പടമായിരുന്നു. എനിക്ക് തിയേറ്ററിൽ തന്ന എക്സ്പീരിയൻസ് ഭയങ്കരമായിരുന്നു. സിനിമയ്ക്ക് പോരായ്മകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടെങ്കിലും എനിക്കത് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ മുകളിലുള്ളൊരു പടമായതുകൊണ്ട് എനിക്കത് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റി. നല്ല രീതിയിൽ ഞാൻ ആസ്വദിച്ചു. എനിക്ക് വളരെ മിക്സ്ഡ് ഫീലിംഗ് ആയിരുന്നു ലോക. അത് പടം വർക്കാവുന്നത് ഇങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ വന്നു എന്നതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഈ ടൈപ്പ് ഒരു പടം. പക്ഷേ ഇതേ സിനിമ വേറെ ഏതൊരു ലാംഗ്വേജിലായിരുന്നെങ്കിലും എനിക്ക് അത്രയും എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമെന്ന് സംശയമാണ്. ഈ സെയിം കഥകൾ തന്നെ വേറെ ഏതെങ്കിലും ലാംഗ്വേജിലോ അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ഇംഗ്ലീഷ് പടമായിട്ടോ വന്നിരുന്നെങ്കിൽ എനിക്ക് അത്ര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഇത് മലയാളത്തിലായതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് എനിക്ക് ഈ പടം വർക്കായത്. അല്ലെങ്കിൽ മിക്സ്ഡ് ഫീലിംഗാണ് എനിക്ക്. അതെങ്ങനെ പറയാമെന്ന് പറയില്ല. ഇത് കേൾക്കുമ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു പടത്തിനോട് ഒരുപാട് പേര് വളരെ ഇമോഷണലി അറ്റാച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നതിനെ നെഗറ്റീവാണ് എന്ന് വിചാരിക്കും. അത് പക്ഷേ നെഗറ്റീവൊന്നുമില്ല സിനിമയിൽ. ഞാൻ പേഴ്സണലി ഇപ്പോൾ ഡൊമിനിക് അരുണിനെ കുറച്ച് വർഷമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. കുറച്ചധികം വെറൈറ്റി പുള്ളിയുടെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പടത്തിൽ വെറൈറ്റി ആയിട്ടുള്ള എലമെൻസ് ഒക്കെ എനിക്ക് വർക്ക് ചെയ്തു. അതല്ലാതെ കുറച്ച് നോർമൽ എലമെൻസ് ഒക്കെ ഓക്കെ എന്ന് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് പോകെ എന്താണെന്ന് ഓർമ്മയുണ്ടെങ്കിൽ അത് ഒരാഴ്ചയായി കണ്ടു. അതെ, ഒരാഴ്ചയാണ്. ഞാനിപ്പം 3 വട്ടം കണ്ടായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് കണ്ടത്. ഞാൻ ഒരു തവണ കണ്ടുള്ളൂ. എനിക്ക് ഇനി ഒരു തവണ കൂടെ ബെറ്റർ തിയേറ്ററിൽ കാണും. ഞാൻ ഈ ഒരാളുടെ റിവ്യൂ കണ്ടിട്ട് മാതാ മാധുര്യ, ആലുവയിലെ മാതാ മാധുര്യ തിയേറ്ററിലാണ് ഞാൻ പോയി കണ്ടത്. തിയേറ്ററിനെ പറ്റി മോശം പറയുന്നത് അല്ലല്ല. അപ്പോൾ അതിനകത്ത് 2 തിയേറ്ററിൽ ഞാൻ 2 പടം കണ്ടു. മാധുര്യയിൽ ഞാൻ ഹൃദയപൂർവ്വം, മാതയ്ക്കകത്താണ്. മാത എന്ന് പറഞ്ഞാൽ 1020 സീറ്റുള്ള തിയേറ്ററാണ്, വലിയ തിയേറ്റർ, കിങ് സൈസ് തിയേറ്ററാണ്. അതിനകത്താണ് ലോക കണ്ടത്. അപ്പം ലോകയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിഷ്വൽസ് ഒക്കെയാണ്, സൗണ്ടാണ്. അത് 7.1 ഡോൾബി. അപ്പോൾ അത്രയും വലിയൊരു സ്പേസിന് പറ്റിയൊരു സൗണ്ട് അല്ലത്. അപ്പോൾ പലപ്പോഴും ഡയലോഗ്സ് ഒക്കെ കുറച്ച് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് തിയേറ്ററിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ ബെറ്റർ ഒരു തിയേറ്ററിൽ പിന്നെ കാണാമെന്ന് വെച്ചിട്ട് ടിക്കറ്റിൻ്റെ അവൈലബിലിറ്റി. അതെ, സിനിമ ഇപ്പം ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഓണം വിന്നർ തന്നെയാണ്. അതെ, അതുകൊണ്ട് എനിക്ക് പിന്നെ കാണാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും വീണ്ടും ഞാൻ കാണും. ഞാൻ രണ്ടാമത് കണ്ടത് ഒരു ഐമാക്സിൽ കാണുന്നുണ്ട്, ഐമാക്സിലോ അല്ലെങ്കിൽ PXL കാണുന്നുണ്ട്. എനിക്ക് ഒന്നുകൂടെ അങ്ങനെ അത്രയും സ്ക്രീനിലൊന്ന് കണ്ടാക്കൊള്ളുന്നുണ്ട്. ഞാൻ രണ്ടാമത് കണ്ടത് തിയേറ്ററിന്റെ ഒരു അങ്ങേറ്റത് ഒരു സൈഡിൽ ഏറ്റവും മൂലക്കത്തെ ഒരു സീറ്റിലിരുന്ന നമുക്ക് സിനിമ കണ്ടു. ഞാൻ ഒന്നുകൂടെ നമ്മൾ ആ തിയേറ്റർ എക്സ്പീരിയൻസ് ഒന്നുകൂടെ ഒന്ന് കിട്ടണമെന്നുള്ള ലൈനിൽ പോയി. നമുക്ക് പടം അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ പോയിരുന്നത് രണ്ടാമത് കണ്ടത്. മൂന്നാമത്തെ കാഴ്ചയായിരുന്നു ഏറ്റവും അടിപൊളി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തിയേറ്റർ ബാൽക്കണി എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നിറച്ചാൾ കയറുന്ന തിയേറ്റർ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ എക്സ്പീരിയൻസ് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഓഡിയൻസും അതുപോലെ ഇത് ആക്സെപ്റ്റ് ചെയ്യണം എല്ലാവരും. അത് വന്നിരിക്കുന്നത് യങ്സ്റ്റേഴ്സ് മാത്രമല്ല, ഫാമിലി ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇത് ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട് ഈ പടം. അപ്പോൾ ഞാനും പടം തുടങ്ങി കുറേ നേരം കഴിയുമ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ വാമ്പയറാണ് ഇവളെന്നുള്ളൊരു തോട്ട് നമുക്ക് വരും. നമ്മൾ അങ്ങനത്തെ സിനിമകളും സീരീസൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ആ തോട്ട് വരും. പെട്ടെന്ന് തന്നെ നമുക്ക് അതിലേക്ക് എത്തും. പക്ഷേ ഈ കള്ളിയങ്കാട്ട് നീലി എന്നുള്ള എലമെൻറ്റിലേക്ക് ഇവർ വന്ന് ലാൻഡ് ആകുമ്പോഴാണ് തിയേറ്ററിലുള്ള ആൾക്കാരെല്ലാം എല്ലാവരുടെയും മനസ്സിൽ വാവ് എന്നൊരു സാധനം വരും. കാര്യം നമ്മൾ ഈ കഥ എല്ലാവർക്കും അറിയാം. ആ എലമെൻ്റാണ് എനിക്കും ഭയങ്കരമായിട്ട് വർക്കായത്. അതുവരെ ഇങ്ങനെ കുറച്ച് നല്ല സീൻസ് ഉണ്ട് എങ്കിലും ഈ എലമെൻ്റാണ് എനിക്ക് പടം പക്ക രസമായിട്ട് തോന്നിയത്, ഭയങ്കര പുതുമയായിട്ട്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കഥയാണ്. ഈ കടമറ്റത്തനാലും കള്ളിയങ്കാട്ട് നീലിയും ചാത്തനും ഒക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ ആരും ഇതിൻ്റെ ഇങ്ങനൊരു ആംഗിളിനെ പറ്റി ചിന്തിക്കാത്തതുകൊണ്ടായിരിക്കും
എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷേ എന്താ നമുക്കിന്ന് തോന്നാതെ എനിക്ക് പക്ഷേ ഇതൊരു ഒരു ട്രെൻഡ് ഇല്ല. അതായത് ഇപ്പം പഴയ കഥകളെയൊക്കെ എടുത്തിട്ട് അതിനെ ഒരു മോഡേൺ വേർഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ നീലി എടുത്തിട്ട് ഇനിയിപ്പോ വെള്ളസാരി ലൈൻ അല്ലാതെ ഇനിയിപ്പോ ഇതിന്റെ വാല് പിടിച്ചില്ലേ, ചിലപ്പോൾ കുറച്ച് സാധനങ്ങൾ വരും. ഇപ്പൊ മറ്റേ എന്തുവായിരുന്നു ഒരു വിഷ്വൽ സ്റ്റൈൽസ് ഇല്ലേ, കുറെ വിഷ്വൽ സ്റ്റൈൽസ് ഉണ്ട്. അപ്പം അതിലേക്ക് ഈ പഴയ ക്യാരക്ടേഴ്സ് ഒരു കാലഘട്ടത്തിൽ രാജസേനൻ ഒരു ചെറിയ ശ്രമം നടത്തിയായിരുന്നു. സാരിയുടെ കളർ മാത്രമേ മാറിയുള്ളൂ. സാരിയുടെ കളറെങ്കിലും കളർ മാറ്റി പുട്ടും പഴവും തിരുന്ന് ഉണ്ടാക്കിയത് അങ്ങനെയൊക്കെ വെറൈറ്റി ഒക്കെ അടിച്ചിട്ടുണ്ട്. അന്നത്തെ വെറൈറ്റി അത്രേ ഉള്ളൂ. ഇന്ന് കുറെ കൂടെ നമുക്ക് വാമ്പയറും യക്ഷിയും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാക്കി. അത് രസമുള്ളൊരു കണക്ഷൻ. ഇതിപ്പോ ഈ നീലിയാണ് ഞാനാണെന്ന് പറഞ്ഞു. ഈ പറയുന്ന പോലെ പല വർഷങ്ങൾ ജീവിച്ച ആളാണ്. എനിക്ക് ആ ഡയലോഗ്സ് ഒക്കെ അങ്ങനത്തെ ഡയലോഗ്സ് അതെനിക്ക് ഭയങ്കര മാർവൽ ഫീൽ ആയിരുന്നു. അത് മാർവൽ അങ്ങനെയല്ല. ഇത് പറയും വലിയ ഇവർ പറയുമ്പോൾ നമുക്കിത് ഭയങ്കര ഇമ്പാക്ട് സാധനമൊക്കെ ആണല്ലോ എന്ന് പറഞ്ഞാൽ ഇവരിത് ഭയങ്കര കൂളായിട്ട് നീലിയ കല്ലേങ്കട നീലിയാണ് ഞാൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അത് ഇത്ര ഭയങ്കര മാൻ ഫ്രം എർത്ത് എന്നൊക്കെ പടമില്ല. എനിക്കിത് കണ്ടോട്ടോ. ഇത് ഇങ്ങനെ കാലങ്ങളായി നൂറ്റാണ്ടുകൾ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് മാൻ ഫ്രം എർത്തിന്റെ ലൈനിലേക്ക് ആ ലൈനിലേക്ക് ഇനി അടുത്ത പടങ്ങളിലെങ്കിലും പുഷ് ചെയ്യാന്ന് തോന്നുന്നു. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ജീവിച്ചിരുന്ന ഒരു നീലിക്ക് ഉണ്ടായുള്ള എക്സ്പീരിയൻസ്. അതെ, പുള്ളിക്കാരി പല സ്ഥലത്ത് ജീവിച്ചിട്ടുണ്ടല്ലോ. പല ബോട്ടിലേക്ക് യൂണിവേഴ്സിറ്റി നീലിയായിട്ടൊരു ഇന്റർവ്യൂ ഒരു പടം ആ ലൈനൊക്കെ അല്ലേ. അതായത് ഈ സിനിമയിൽ ആക്ച്വലി നമ്മൾ ശാന്തി ബാലചന്ദ്രൻ ഇതിൻ്റെ അഡീഷണൽ സ്ക്രീൻ പ്ലേ ആൻഡ് ഡ്രാമറ്റർജി എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് വെച്ചിരിക്കുന്നത്. പുള്ളിക്കാരുടെ ടൈറ്റിൽ വെച്ചിരിക്കുന്നത് അങ്ങനെ. ഈ ഡ്രാമറ്റർജി എന്ന് പറയുന്ന സംഭവം സിമ്പിളായി പറഞ്ഞാൽ ഈ സ്ക്രീൻ പ്ലേ റൈറ്റിങ്ങിനെ ഭയങ്കര ടെക്നിക്കലായിട്ട് അപ്രോച്ച് ചെയ്യും. അതായത് നമ്മളിങ്ങനെ മറ്റേ ക്രിയേറ്റിവിറ്റി ഒഴുകി വരുമ്പോൾ എഴുതി വെക്കുന്നത് പോലെ അല്ല. നമ്മളൊരു ഇൻഫർമേഷൻ നമ്മൾ എങ്ങനെ എവിടെ ഡെലിവറി ചെയ്യണം, അത് ഏത് മൊമെന്റിൽ ഡെലിവറി ചെയ്താൽ നമുക്ക് വർക്കാവും എന്ന് പറയുന്ന ഒരു സ്ക്രീൻ പ്ലേ ഉണ്ടെങ്കിൽ അതിനെ കണ്ടിട്ട് ഇതിനെ ടെക്നിക്കാലിറ്റി ഇത് ഇവിടെ വന്ന് പ്ലേസ് ചെയ്യാം, ഈ സാധനം ഇവിടെ ഈ ഇൻഫർമേഷൻ ഇവിടെ വരണ്ട, ഇവിടെ തൊട്ടപ്പുറത്ത് വെക്കാം, വല്ല പുതിയൊരു ക്യാരക്ടറിനെ കൊണ്ടുവന്ന് ഈ ഇൻഫർമേഷൻ പറയിക്കാം, അപ്പോൾ സ്റ്റോറി അത് ബാധിക്കത്തില്ല. ഇങ്ങനെയുള്ള എലമെന്റ്സിനെ വളരെ ടെക്നിക്കലി ഇതിനെ കാണാൻ ശ്രമിക്കുന്ന ഒരു സംഭവമാണ് ഡ്രാമറ്റർജി. അപ്പോൾ ആ ഡ്രാമറ്റർജി അഡീഷണൽ സ്ക്രീൻ പ്ലേ എന്നുള്ള ആ ടൈറ്റിലാണ് ശാന്തി ബാലചന്ദ്രൻ്റെ പേര് വെച്ചിരുന്നത്. അപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര പെട്ടെന്നായിട്ട് ഭയങ്കര ക്വിക്കായിട്ട് നമ്മൾ യൂഷ്വലി നമ്മൾ തിരക്കഥ നമ്മൾ എഴുതിയാൽ തന്നെ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സാധനം ഈ വിജയരാഘവന്റെ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ പടത്തിൽ, അതൊരു ഭയങ്കര ജമ്പാ. എനിക്കത് പക്ഷെ എനിക്കത് ചെയ്തിട്ടുണ്ട്. അത് ആ സീൻ, അതായത് ഇവരുടെ ഉദ്ദേശമായ ഇന്റർവൽ സീൻ വർക്ക് ചെയ്യണം ഇവർക്ക്. ഏതാ ഈ കുട്ടിയും ഇവിടെ നമ്മൾ അത് ഇന്റർകട്ട് ചെയ്യണം. പക്കായിട്ട് ബിൽഡ് ചെയ്തില്ല, അല്ലെങ്കിൽ അത് ബിൽഡ് ചെയ്തത് പടത്തിന്റെ ലെങ്ത് കൂട്ടിയിട്ട് അത് കട്ട് ചെയ്ത് ഈ വേർഷൻ ആക്കിയത്. അതെ, അത് എനിക്കറിയില്ല അതെങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് അത് ഫസ്റ്റ് കണ്ടപ്പോൾ ഇതെന്താ ഇവിടെ ഇങ്ങനെ ഈ ടൈമിൽ വിജയരാഘവൻ വരുന്നത് കൊച്ചിന് കഥ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു സാധനം അവിടെ വന്നപ്പോൾ ഇതെന്താ ഇവിടെ വന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അത് പോയി ആ കുട്ടിയുടെ സീക്വൻസ് എത്തി, ആ ഫ്ലാഷ് ബാക്ക് സീക്വൻസും ഇവരുടെ ഇന്റർകട്ടിങ് കൂടെ വന്ന് ആ ഇന്റർവൽ സീക്വൻസ് വന്നപ്പോൾ എനിക്ക് ഇവരുടെ ഉദ്ദേശം ഇന്റർവൽ സീൻ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്ലേസിംഗ് ആണ്. അത് യൂഷ്വൽ സ്ക്രീൻ പ്ലേയുടെ സ്ട്രക്ചർ വെച്ച് നോക്കി കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ജമ്പാണെങ്കിലും തിയേറ്ററിൽ അത് വർക്കാവും എന്നുള്ളത് കൊണ്ട് അത് വർക്കായി. ബട്ട് എനിക്ക് തോന്നുന്നു ഇതിലും ബെറ്റർ ഒരു വേർഷൻ ഇതിനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാണുമ്പോൾ. ഇതിപ്പം ഒരു ജമ്പ് കഴിഞ്ഞിട്ടല്ലേ, ഓക്കെ ജമ്പ് കഴിഞ്ഞിട്ട് മറക്കാം ഇത് വർക്കായി എന്നുള്ള സെറ്റപ്പ്. അതായത് ആ ജമ്പ് ഇല്ലാതെ എന്തെങ്കിലും ഒരു വേർഷൻ ഉണ്ടായിരിക്കാം. മേ ബി ഇനി പടം സ്റ്റാർട്ട് ചെയ്യുന്ന ആ പോയിന്റ് ആണെങ്കിലോ. കാരണം ഈ വിജയരാഘവന്റെ ഒരു കാര്യം നമ്മളെ ഇവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇവള് സൂപ്പർ ഹീറോ ആണല്ലോ. പക്ഷെ നീലി എന്നുള്ളൊരു പേര് മാത്രം ഇവർ ഹൈഡ് ചെയ്തിട്ട് വിജയരാഘവനിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വരാം. അപ്പോൾ നമുക്ക് അല്ല അവിടെ പക്ഷേ വിജയരാഘവൻ എഴുതിയ ബുക്ക് അവർക്ക് കൊടുക്കുന്നുണ്ട്, അവിടെയൊക്കെ അതൊക്കെ വരുന്നുണ്ട്. അതാണ് അവരിങ്ങനെ അതിനെല്ലാത്തിനും കറക്റ്റായിട്ട് വിജയരാഘവന്റെ എലമെന്റ് ഈ പടത്തിനെ ബേസ് ചെയ്തല്ലേ, എല്ലാ പടങ്ങളെയും ബേസ് ചെയ്ത്. കാരണം അദ്ദേഹത്തിന്റെ ബുക്കിൽ ദേ ലിവിങ് എമംഗ് അസ് എന്നുള്ള ബുക്കിനകത്ത് എല്ലാവരെയും പറ്റി എഴുതുന്നുണ്ട്. അത് ഒരു ചാപ്റ്റർ മാത്രമാണ് നീലി എന്നുള്ളത്. അപ്പൊ ആ ബുക്ക് ഇപ്പൊ നീലയുടെ ഇപ്പം ആരുടെ കിട്ടുന്നു അയാൾക്ക്. അതല്ല, പുള്ളി ആക്ച്വലി വേറൊരു വലിയൊരു ഇൻട്രസ്റ്റിംഗ് എലമെന്റ് ഉണ്ട് അതിനകത്ത്. അതായത് സാൻഡിയുടെ ബ്ലഡ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അദ്ദേഹത്തിന്റെ മകള്, കൊച്ചുമകള് മരണത്തോട് കിടക്കുകയാണ്. മേ ബി ഈ കൊച്ചുമകൾ ഇദ്ദേഹം ഒരു ഡോക്ടറാണ്. സോ അദ്ദേഹം കൊച്ചുമകൾക്ക് ഈ ബ്ലഡിൽ നിന്ന് എന്തെങ്കിലും ഒരു എലമെന്റ് കൊടുത്ത് ഈ കുട്ടി ജീവിപ്പിക്കാനുള്ള ശ്രമം നടത്താം. അങ്ങനൊരു ഓപ്ഷൻ കിടപ്പുണ്ട് കേട്ടോ. ഒരു കുട്ടി സൂപ്പർ ഹീറോയ്ക്കുള്ള ചാൻസ് ഉണ്ടാണ്. അല്ല, കുറെ എലമെന്റ്സ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവര് ചിന്തിച്ചിട്ടുണ്ടാവും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത പടങ്ങൾ. അത് ഇവർ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അതായത് ഇവരുടെ ഇനിഷ്യൽ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇവരൊരു സൂപ്പർ ഹീറോ പടം, ഈ നീലിയെ ഇങ്ങനെ അവതരിപ്പിക്കുന്ന ഒരു സൂപ്പർ ഹീറോ, ലേഡി സൂപ്പർ ഹീറോ പടം ഉണ്ടാക്കുന്നു. പക്ഷേ ഇതായിട്ട് ചെന്നപ്പോൾ ഇവരുടെ ഐഡിയ ഇവർ ഇംഗ്ലീഷ് പടങ്ങളുള്ള പോലെ ഈ ഈസ്റ്റർ എഗ്സ് ഉണ്ടാക്കുക പടത്തിൽ. അങ്ങനത്തെ ഓരോ ഐഡിയസ് ഇട്ട് വെക്കുക, നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് ഉപയോഗിക്കാന്നുള്ള ഐഡിയ. അതെ, ഈ പടത്തിന് ഇപ്പൊ കിട്ടിയ ഒരു രസം അടുത്ത
പടത്തിനെ കൂടെ ബാധിക്കുകയും ചെയ്യും, അടുത്ത പടത്തിന്റെ രസം ഇതിനെ തിരിച്ചു ബാധിക്കുകയും ചെയ്യും. അങ്ങനെ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ. അപ്പൊ ഇവർ പറഞ്ഞത് ഇങ്ങനെ ഈസ്റ്റർ ഇടാം എന്നുള്ള ഐഡിയയിലാണ് ഇവർ ഇനിഷ്യലി പോയി പടം പിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവരോട് ദുൽഖറാണ് പറഞ്ഞത്, നമ്മളിപ്പോൾ അങ്ങനെ ഒരു സംഭവം വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനോട് പറയാനൊരു കഥയില്ല, നാളെ നിങ്ങൾ അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഓൾറെഡി പ്രോജക്റ്റ് ഓണായി ഒരു 1.5 വർഷം കഴിഞ്ഞു. 1.5 വർഷത്തോളം ഇവർ ഈ കഥ ഈ ബാക്കിയുള്ള 5 കഥകൾക്കും വേണ്ടി വർക്ക് ചെയ്ത് ഒരു പ്രോപ്പർ സ്റ്റോറീസ് ഉണ്ടാക്കിയിട്ടാണ് ഇതിൻ്റെ എഴുത്തിലേക്ക് കടന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് മറ്റൊന്ന് 5 പടത്തിനും തിരക്കഥ എഴുതണ്ട, നമുക്കൊരു കഥ ഉണ്ടായാൽ മതി. സ്റ്റാർട്ട് ടു എൻ്റെ ഒരു ബീറ്റ് പോയിന്റ്സ് വെച്ച് നമുക്കൊരു ഇങ്ങനെയാണ് കഥ എന്ന് ഉണ്ടായാൽ കഴിഞ്ഞാൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് കഥ. ലോകേഷിന്റെ കാര്യം പറഞ്ഞല്ലോ, അടുത്ത 10 പടം പുള്ളിയുടെ ഉണ്ടെന്ന് പറയുന്നത്. അതിൽ എനിക്ക് ഒന്നും പറയാനില്ല, ഞാൻ ഡിസപ്പോയിന്റഡ് ആണ്. പക്ഷെ തിരിച്ചു വരട്ടെ. അല്ല, ഇതിന്റെ പോസിറ്റീവ്സിൽ മറ്റൊന്നും സാധനം, ഇതിന്റെ വേൾഡ് നല്ല വേൾഡാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. ഒരുപാട് യൂണിവേഴ്സുകൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ എല്ലാ യൂണിവേഴ്സിലെയും ഒരു പടത്തിലേക്ക് കയറുമ്പോഴത്തേക്കും ആ പടം അതിന് തോന്നിയത് പോലെ പോകുന്നു. പെട്ടെന്നൊരു സൂപ്പർ സ്റ്റാർ ഒരു ക്യാമിയോ വരുന്നു, ആ ക്യാമിയോ ഒന്ന് സൂപ്പർ സ്റ്റാർ അതിന്റെ തോന്നുന്ന പോലെ പോകുന്നു. അങ്ങനല്ലാതെ ഈ സിനിമയുടെ വേൾഡിന് ആ വരുന്ന ക്യാമിയോസുമായിട്ട് നല്ല കണക്ഷൻസ് ഉണ്ട്. പ്ലേസ് ചെയ്തിരിക്കുന്നത് രസമായിട്ടാണ്. അതെ, പ്ലേസ് ചെയ്തിരിക്കുന്ന രസമാണ്, അവരെ കാസ്റ്റ് ചെയ്തിരിക്കുന്ന രസമായിട്ടാണ്. എസ്പെഷ്യലി എനിക്ക് ഏറ്റവും വർക്കായ സീക്വൻസ് ആയിരുന്നു ടൊവിനോട് വരുന്ന സെറ്റ് പീസ്. അതെ, അത് എനിക്ക് തിയേറ്ററിൽ വൻ ഹൈ ആയിരുന്നു. കാര്യം ചാത്തനെ നമ്മുടെ മുമ്പിൽ ഒരു മജീഷ്യനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ പ്രസന്റ് ചെയ്ത് പുള്ളി വെള്ളം അടിക്കും, അതായത് ഫുൾ ടൈമിനെ മദ്യപിക്കുന്നുണ്ട്. അതായത് ചാത്തൻ എന്ന് പറഞ്ഞാൽ ചാരായം, അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അതിന്. അപ്പോൾ ആ എലമെന്റിനെ വളരെ നല്ല രീതിയിൽ അതൊക്കെ ഇങ്ങനെ ഇവര് പലതരം ചാത്തന്മാരുണ്ട്, നല്ല വേർഷനാണ്. അപ്പൊ ഈ വേർഷൻ ഓഫ് ചാത്തൻ ഈ മാജിഷ്യൻ ഏറ്റവും പ്രോപ്പർ കോസ്റ്റ്യൂം ഒരു മജീഷ്യൻ, സ്ട്രീറ്റ് മജീഷ്യൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതാ പുള്ളി കൊടുത്തിരിക്കുന്നത്. ആ പുള്ളിയുടെ ആ മായാജാല ആ എലമെന്റ് ഉണ്ട്, ആ ഒരു സെറ്റ് പീസ് ഫുൾ എനിക്ക് ഭയങ്കര വർക്കാണ് തിയേറ്ററിൽ. ഞാനതിങ്ങനെ കണ്ടപ്പോൾ ഇത് കൊള്ളാം, അടിപൊളി സാധനം, ഇത് വെച്ചൊരു പടം കാണണം എനിക്ക് എന്ന് അപ്പം തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ആ ക്യാരക്ടർ ഭയങ്കര ലൈറ്റ് ആയിട്ട് അവളുമായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നു. പുള്ളി ഇതെങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കുന്ന സാധനം അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ പിന്നെ മെയിൻ അസ്തല പോലീസുകാരാ, പുള്ളി ഒരുപാട് ഇങ്ങനെ ആളുകളെ കൊല്ലും എന്നുള്ള ലൈനില്ല. ചാത്തൻ ഇച്ചിരി കുസൃതിയുള്ള ചാത്തൻ. പക്ഷെ അത് ഇതിന്റെ എൻഡിൽ പറയുന്നുണ്ടല്ലോ പുള്ളിക്ക് എത്ര 300 സംതിങ് എന്തോ ഒരു ഒരേപോലെ ഇരിക്കുന്ന സഹോദരങ്ങളുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ മേ ബി ഈ ചാത്തന്മാരിൽ തന്നെ വളരെ റോങ് ആയിട്ടുള്ള ആൾക്കാരും എല്ലാം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു എല്ലാ ചാത്തന്മാർക്കും ടൊവിനോ ആയിരിക്കും, മേ ബി ടൊവിനോയെ പോലെ തന്നെ ആയിരിക്കും പറയുന്നത്. അപ്പൊ അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ടൊവിനോയുടെ പടത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ സ്ട്രേറ്റ് ഫോർവേഡ് കഥയായിട്ടല്ലാതെ ഈ ചാത്തന്മാരുടെ ഒരു അക്യൂമുലേഷൻ. ഇതിപ്പോ ഇതിനകത്ത് മറ്റേ മാർവലിനൊരു കോമണാലിറ്റി ഉണ്ട്, അതായത് നായകനും വില്ലനും സെയിം പവർ കിട്ടുക എന്നുള്ള പരിപാടി. അപ്പൊ അയൺമാൻ എടുക്കുവാണെങ്കിൽ നായകനും വില്ലനും സെയിം, അതേപോലെയാണ് ഇപ്പം ഇതിനകത്തും നായികയ്ക്കും വില്ലനും സെയിം പവർ. നായകയുടെ കയ്യിൽ നിന്ന് പവർ കിട്ടുകയാണ്. അതെ, നായകയുടെ കയ്യിൽ നിന്ന് പവർ. അല്ല, ഹൾക്കിന്ന് മറ്റേ ഇവക്ക് പവർ കിട്ടുന്ന പോലെ നമ്മുടെ ഷീഹൾക്കിന് അതൊന്നുമില്ല, ഞങ്ങൾ ചുമ്മാ പറയുവാണ്. അപ്പം അതേപോലെ തന്നെ മാർവൽ സിനിമകളിലുള്ള പോലെ നായകൻ വില്ലനും സെയിം പവറാണ്. അപ്പോ വില്ലൻ കുറെ കൂടെ വില്ലൻ ഈ ഫ്രഷ് കൺവേർട്ട് ആയതുകൊണ്ട് മോർ പവർഫുൾ. എനിക്ക് പക്ഷേ വില്ലൻ ഭയങ്കര അണ്ടർ യൂസ്ഡ് ആയിട്ടാണ് പടങ്ങൾ തോന്നി. കാരണം വില്ലൻ വന്നു ഭയങ്കര പവർഫുൾ ആണെന്ന് പറയുന്നത് അതിന്റെ ഒരു റിസൾട്ട് കാണാൻ പറ്റില്ല നമുക്ക്. മാത്രമല്ല ഈ വില്ലനുള്ള സ്പേസ് വളരെ കുറവായിരുന്നു. ഇതൊരു വാമ്പയർ സിനിമയായിട്ട് ഇവർ ഡിസൈഡ് ചെയ്തു. പക്ഷേ ഇതൊരു ഫാമിലി പടവും ഓണപ്പടവും ആക്കേണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ വയലൻസ് എന്ന എലമെന്റ് ഇല്ലേ, അതായത് വാമ്പയർ ആയി ഒരു കടി കടിക്കണമെന്ന് തോന്നുമ്പോഴത്തേക്ക് ഒരു കട്ടവേ ചെയ്ത് വേറെ കഴുത്തിലേക്ക് അധികം പൊടിക്കണ്ട. എന്നാലും ആ കുട്ടിയുടെ സീക്വൻസിലെ ബ്ലഡ് ഷെഡ് ഓക്കെയാണ്. പക്ഷെ അതും എനിക്ക് കുറച്ച് കൂടുതൽ വേണം എന്നുണ്ട്. അല്ല, അതിലല്ല എനിക്ക് കൂടുതൽ വേണം. എനിക്ക് വില്ലൻ ഫ്രഷ് കൺവേർട്ടിന്റെ ഒരു വയലൻസ് വേണം. അല്ല, ഇതിലും അല്ല, വാമ്പയർ പടമാണ്, നമ്മളത് സെറ്റ് ചെയ്തു. അത് 2 വാമ്പയറും വന്നു, വില്ലൻ നായികയും വാമ്പയർ. അപ്പം നായിക കുറച്ച് മാന്യയായ വാമ്പയർ ആണ്. നായിക കടിച്ചോരോടിക്കുന്നില്ല, ബ്ലഡ് ബാങ്കിൽ കിട്ടുന്നത് ബ്ലഡ് ഓൺലി. അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നായകൻ ഇത് സ്വന്തം അമ്മയുടെ കഴുത്തിൽ നോക്കാം. അപ്പൊ ആ സീനൊക്കെ രസമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇവർ കട്ട് ചെയ്തിട്ട് പോവാം. ചിലർക്ക് കട്ട് ചെയ്തത് കുറെ കൂടെ ഭീകരമായി തോന്നായിരിക്കും. ബട്ട് എനിക്കത് അവരെന്തോ പിടിച്ചു വെക്കുന്ന പോലെ ഫീൽ ചെയ്തത്. അത് നമുക്ക് കാണിച്ചാൽ ശരിയാവോ എന്നുള്ള ഡൗട്ട് പടത്തിന്റെ ചിലപ്പോൾ ഇതിന്റെ റേറ്റിംഗ് ചേഞ്ച് ആവുമല്ലോ, അതായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നിയത്. കൂടുതൽ ബ്ലഡ് ഷെഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ പടം അതേപോലെ ലൈനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഓണപ്പടത്തിൽ അവർക്കത് ഭയങ്കര
അല്ലത് ബട്ട് പടം അങ്ങനെ പടത്തിനകത്ത് അതിൻ്റെ എല്ലാം അത് വരുമെന്നുള്ള പ്രതീക്ഷയില്ല. കാരണം ഒരു തുടക്കം തൊട്ടേ ഒരു ലേഡി ക്യാരക്ടറുമായിട്ട് നായകന് കോൺസ്റ്റന്റ് വില്ലൻ ഒരു കോൺസ്റ്റന്റ് ബുദ്ധിമുട്ടുണ്ട്. ആ ക്യാരക്ടറിനെ ലാസ്റ്റ് ഇവൻ വാമ്പയർ ആയിട്ടും ആ ക്യാരക്ടർ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ അതും അവരുമായിട്ടുള്ള ഫൈനൽ ഏറ്റുമുട്ടൽ നമ്മളെ കാണിക്കുന്നില്ല. അപ്പൊ അതെന്തോ ഒരു ആ സ്റ്റോറി ലൈൻ ഈ പറയുന്ന പോലെ ക്ലിയർ ആയിട്ട് വന്ന് എൻഡ് ചെയ്യാത്ത പോലെ ഫീൽ ചെയ്തു. ഇനി ഇതിന്റെ ഒരു ഡയറക്ടേഴ്സ് കട്ടോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ 3 മണിക്കൂറുണ്ടായിരുന്നു. അതായത് എന്തെങ്കിലും ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു കില്ലിങ് സീൻ ഉണ്ടായിരുന്നിട്ട് കട്ട് ചെയ്ത് കളഞ്ഞതാണെങ്കിൽ അതിന്റെ ഒരു വേർഷൻ എപ്പോഴും നെറ്റ്ഫ്ലിക്സിലോ എല്ലാം റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കും. ഞാൻ ആ കൊല്ലുന്നത് മാത്രം അല്ല അത് എന്നാലും അത് റിസോൾവ് ആവുന്ന പോലെ ഫീൽ ചെയ്തു. സ്റ്റോറി ഇതൊന്നും നിങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല. ഈ പടം കാണുന്ന ഇത് പ്രശ്നമുള്ള കാര്യമല്ല. ഇതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് ഈ പടം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളിത് ജസ്റ്റ് പടം ഞാൻ പറയുന്നത് പടം ഇങ്ങനെ പോവാണ്, എല്ലാവരും എൻജോയ് ചെയ്യും പടം. ബട്ട് ഇങ്ങനെ അല്ലാതെ ഇപ്പം നമുക്ക് ഈ സ്റ്റോറി ലൈൻ ഇങ്ങനെ ഒന്ന് എൻഡ് ചെയ്യും. ഞങ്ങളും പറയുന്നത് ഇതിന്റെ ഡ്രാമറ്റർജി ആ എലമെന്റുകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. നമ്മളെപ്പോഴും എനിക്കൊന്ന് എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പടം ഡിസ്കസ് ചെയ്യുന്നത് ഡയറക്ടർ ശരിയല്ല, ക്യാമറമാൻ ശരിയല്ല എന്നുള്ളതല്ല, നമുക്ക് വർക്കായോ ഇല്ലയോ ഒരു ടെക്നിക്കൽ സ്റ്റാൻഡ് പോയിന്റ് നമ്മളിത് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടാണ്. അത് തന്നെ. അതായത് ഇപ്പൊ നമ്മളൊരു ജനറൽ ഓഡിയൻസിനോ അല്ലെങ്കിൽ ജനറൽ ഒരു റിവ്യൂവറോ ഇത് പറയുമ്പോൾ അവർക്ക് വളരെ നോർമൽ ആയിരിക്കും. ഞാൻ ആസ്വദിച്ചു എന്നുള്ളതാണ് സംഭവം. ഇപ്പം നമ്മൾ കാണുമ്പോഴത്തേക്കും ഇതിൻ്റെ അത് ശരിയായത് ഈ സ്ക്രിപ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടാണ് ഇത് നമുക്ക് വർക്കായത് എന്നൊക്കെ നമുക്ക് അറിയാതെ പോലും ചിന്തിച്ചു. അപ്പം അത് നമ്മൾ പറയുന്നുള്ളതേ ഉള്ളൂ. അത് ഇപ്പം നോർമൽ ഓഡിയൻസിനൊന്നും ഫീൽ ചെയ്യത്തില്ല. ഇവൻ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് തോന്നുന്നു. നിനക്കൊന്നും പയ്യാണ് നിനക്ക് ഒന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുന്നുണ്ടാവും, കുഴപ്പമില്ല, ധൈര്യമായിട്ട്. ജോലിയുടെയൊക്കെ നമ്മുടെ റിവ്യൂ ഉണ്ട്. എത്ര പേര് എനിക്ക് മെസ്സേജ് ചെയ്യാൻ അറിയാം. അല്ല അതാ പറഞ്ഞത്. അത് ഇത് നമ്മളെന്താണ് പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. അവരെന്തിനാ ഞാൻ ബുദ്ധിമുട്ടത്, എന്തിനും നിന്റെ സമയം കളയണം. ശരിയാണ്, നിങ്ങളുടെ സമയം ഞങ്ങൾ പാഴാക്കിയല്ല. ഇത് സിനിമ താല്പര്യമുള്ളവർ, സിനിമ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ നമ്മുടെ വീഡിയോ കണ്ടാൽ നമ്മൾ പറയുന്നതിൽ മണ്ടത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. ഇപ്പം നമ്മൾ പറയുന്നത് നല്ല കാര്യമാണ്, പഠിക്കുക. അത്രയേ ഉള്ളൂ. ഇതൊന്നും എല്ലാവരും പഠിച്ച് പാസ്സായി വരുന്ന പരിപാടിയല്ല. നമ്മളിതിങ്ങനെ പോകെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. സോ നമുക്ക് സിനിമയുടെ ഒരു മേജർ ഒരു തൂൺ, ഒരു നെടുംതൂണായിരുന്ന നിമിഷ് ഷെറിയെ പറ്റി സംസാരിക്കും. അതെ, ഓവറോൾ മറ്റേ വിഷ്വൽ ഡിസൈൻ. അതായത് അന്ന് നമ്മൾ ടീസർ ട്രെയിലർ കണ്ടപ്പോഴും നമുക്ക് ഏറ്റവും വർക്കായ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഡൗട്ടും ഇല്ലാതെ പറയാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ വിഷ്വൽ ഡിസൈനാണ്. തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസ്യം പടമായിരിക്കും. എല്ലാം ഷോട്ട് ബൈ ഷോട്ട് ഭയങ്കര രസമാണ്. അവരങ്ങനെ ഇൻസേർട്സിന് പോലും അവർ അതിനകത്ത് കുറച്ച് പണി. അതിലേയും എനിക്ക് കുഞ്ഞൊരു കംപ്ലൈന്റ് ഉള്ളതെന്ന് വെച്ചാൽ ഈ സെറ്റ് എനിക്ക് സെറ്റായിട്ട് തന്നെ ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ഒരു താമസിക്കുന്ന സ്ഥലം അതെനിക്ക് സ്ട്രീറ്റ് സീന്ന് പിന്നെ ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്കും സെറ്റ് ആയല്ലോ എന്നൊരു ഫീൽ വരും. ബട്ട് അത് പടത്തിന്റെ ഇടയ്ക്ക് ഒന്നും മൈൻഡ് ചെയ്യത്തില്ല. ഇപ്പം നമുക്ക് ഫിൽം മേക്കർ മൈൻഡിൽ നോക്കുമ്പോഴത്തേക്കും ഇത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചിലപ്പോൾ ആ ഷോട്ടോ അല്ലെങ്കിൽ അതായത് ഇവര് മറ്റേ ഏരിയൽ ഷോട്ട് ഉണ്ടല്ലോ ഈ റൂമിനകത്ത്, അതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇനിഷ്യൽ ഷോട്ട് തൊട്ട് കല്യാണി ഒന്ന് മറ്റേ ജനലടക്കത്തില്ല, അവിടെ തൊട്ട് എന്തോ ഒരു റിയൽ അല്ല എന്നൊരു ഫീൽ ഉണ്ട്. പിന്നെ അവർക്ക് ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യത്തിന് ഇപ്പം സൗകര്യം ഇപ്പൊ ഇത്രയും മങ്ങയായിട്ട് നമുക്ക് ലൈറ്റ് ചെയ്യാനേ നമുക്ക് റിയൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് നമ്മുടെ ഇവരുടെ കൺട്രോൾ എൻവയോൺമെന്റ് ആയി മാറുകയാണ്. ഔട്ട്ഡോർ റിയൽ ലൊക്കേഷൻസിൽ പോലും ഇവർ ചെയ്യുന്നത് വെച്ചാല് ഈ എനിക്ക് തോന്നി നമ്മുടെ നിയോൺ സയൻസ് ഒക്കെ ത്രൂ ഔട്ട് സയൻസ് അത് ആക്ച്വലി ചാലക്കുടി എവിടെ ഒരു സ്ഥലത്ത് അത് അതായത് ബാംഗ്ലൂരിന് മറ്റൊരു മുഖം, ഒരു നിയോൺ ടോക്കിയോ വൈബിലൊക്കെ ബാംഗ്ലൂരിനെ പ്രസന്റ് ചെയ്തേക്കാണ്. ഇപ്പം ഇങ്ങനെയല്ലോടെ ബാംഗ്ലൂർ എന്ന് ചോദിച്ചാൽ അല്ല നമുക്ക്, പക്ഷെ വേറൊരു വേൾഡ് ബിൽഡ് ചെയ്യണമെങ്കിൽ അതിന് കുറേ കുഞ്ഞി എലമെന്റ്സ് ബിൽഡ് ചെയ്ത് തരണം. അപ്പോൾ അതിന് ഇത് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ത്രൂ ഔട്ട് ഈ പറയുന്ന RGB ലൈറ്റിംഗ് ആണ്, ഇങ്ങനെ കളർ ലൈറ്റിംഗ്. എവിടെയെങ്കിലുമൊക്കെ ആളുകളുടെ ഫേസ് നോക്കുമ്പോൾ ഫേസ് കറക്റ്റായിട്ട് ലൈറ്റ് ചെയ്തൊക്കെ ഉള്ളതിന് പകരം അവിടുന്ന് ഇവിടുന്ന് ഒരു ചുമല വെച്ചാൽ ഇതൊക്കെ വന്ന് നല്ല രസമാണത് കണ്ടോണ്ടിരിക്കാൻ. പിന്നെ മറ്റേ നിമിഷയുടെ പടത്തിൽ പൊതുവെ ഇങ്ങനെ ഓവർ എക്സ്പോസ്ഡ് സാധനങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. എല്ലാം കുറച്ചിങ്ങനെ പതിഞ്ഞിങ്ങനെ കിടക്കും. അത് നന്നായിട്ട് വർക്കായ ഒരു പടമായത്. രാത്രി എപ്പോഴും മറ്റേ സ്ട്രീറ്റിലൊക്കെ വെള്ളം തെളിച്ച് അതിന് റിഫ്ലക്ഷൻ പരിപാടികളൊക്കെ ബാറ്റ്മാൻ, കളർഫുൾ ബാറ്റ്മാൻ വൈബാണ്. രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. അത് ഇത് പ്രൊഡക്ഷൻ ഡിസൈന് ഇത് അത് വർക്കായിട്ടുണ്ട് എല്ലാം. ഇങ്ങനെ എനിക്ക് ഇതില് മറ്റേ ഹോളി ഗ്രെയിൽ എന്ന് പറഞ്ഞിട്ടൊരു കഫേ കാണിക്കുന്നുണ്ട്. അതായത് ക്ലൈമാക്സ് ഹാർഡ് റോക്ക് ഒറിജിനലാണ്. അത് കൂടാതെ ആക്ച്വലി ഇവരുടെ ഒരു മൊണ്ടായുണ്ടല്ലോ, ഒരു സോങ് മൊണ്ടായുണ്ടല്ലോ. അപ്പോൾ അതിൽ ഇവർ ഹാർഡ് റോക്കിൽ പോകുന്നുണ്ട്, ഇവള് വർക്ക് ചെയ്യുന്ന കഫേയിൽ വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് ഹോളി ഗ്രെയിൽ വരുന്നുണ്ട്. ഹോളി ഗ്രെയിൽ വന്നതിന് ശേഷമാണ് ആ സോങ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോളി ഗ്രെയിൽ എന്നുള്ള എലമെന്റ് ആ സ്ഥലം അത് ആക്ച്വലി ഈ ഇവരുടെ നമ്മുടെ അതിൽ നടത്തുന്ന പയ്യനുണ്ടല്ലോ,
ആ പയ്യൻ ആക്ച്വലി കത്തനാരുടെ ഫാമിലിയിൽ ആ ഫാമിലി ട്രീയിലുള്ള ആളാണ് എന്നുള്ള ലൈനിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ പണ്ടത്തെ കഥയിലുണ്ട് കത്തനാർ ആക്ച്വലി തളച്ച ഇവരെല്ലാം പുള്ളിക്കൊരു എന്താ പറയുക വോൾട്ട് അല്ലെങ്കിൽ പുള്ളി അങ്ങനെ സൂക്ഷിക്കുന്നുള്ള ഒരു എന്തോ അതിന്റെ സെക്യൂരിറ്റി മെഷേഴ്സ് കുറച്ച് കുറവായിട്ട് തോന്നുന്നു. കാരണം ഈ ഫൈനൽ ഫൈറ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും പുള്ളി അപ്രത്യക്ഷമാവുകയാണ്. അതായത് ഈ ഡോറ് കൂടെ കയറി ഇറങ്ങിയാൽ ഇത് ഫുള്ള് നമുക്ക് കാണാം എന്നുള്ളൊരു സെറ്റപ്പ് എനിക്ക് ഫീൽ ചെയ്തു. അവിടുത്തെ എന്താണ് ആ മാജിക് ആ പ്ലേസിന്റെ എന്ന് മനസ്സിലായില്ലായിരുന്നു എനിക്ക്. അതൊരു മറ്റൊരു അണ്ടർഗ്രൗണ്ട് സെറ്റപ്പിൽ ഒളിപ്പിച്ച് വെക്കുന്നു. പക്ഷേ ഇത് പുറത്തുനിന്ന് പോലീസുകാർ നേരെ കയറി വരുമ്പോൾ ഇത് അതായത് അവർ കയറി വരുമ്പോൾ നേരെ കഫേയിലോട്ട് മാത്രം വരുന്നു. അവർ വേറെ ഒരു ഇതിലോട്ട് പോകുന്നില്ല. നമ്മുടെ ഈ കത്തനാറിന്റെ ഫാമിലിയിൽ നിന്ന് വന്ന ആളില്ലേ, അവൻ അപ്രത്യക്ഷമാകുന്നില്ല. അവനാ ഈ പറഞ്ഞ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഇവൻ പോയി ലോക്ക് ചെയ്ത് ഇവൻ അകത്ത് പോവാ. ഇവൻ ഫൈറ്റ് ചെയ്യുന്നില്ല, അവൻ ഫൈറ്റർ അല്ല. ഫൈറ്റ് അല്ല, ഞാൻ കത്തനാറിന്റെ ഇതിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ ഒന്ന് അവൻ ആ ക്യാരക്ടറിൽ നിന്ന് എന്തോ ഞാൻ എക്സ്പെക്ട് ചെയ്തു. അതുകൊണ്ടായിരിക്കാം പുള്ളി ആക്ച്വലി ഇതിനകത്ത് എന്തെങ്കിലും ഇൻവോൾവ് ആവണം. അത് ഞാൻ ചിന്തിച്ചിരുന്നു. അത് ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെ കാഴ്ചയിലൊക്കെ ചിന്തിച്ചു. ഈ ക്ലൈമാക്സില് ഇവർ ഓൾറെഡി ഇതിനകത്ത് വേറെ ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട്. ഇപ്പം പഴയകാലത്ത് എന്തോ ഒരു എലമെന്റ് പുള്ളി അപ്രത്യക്ഷ ഇൻ ദ സെൻസ് സ്റ്റോറി അവിടെ വെച്ച് പുള്ളിയുടെ സ്റ്റോറി നിൽക്കുന്ന പുള്ളി ആക്ച്വലി ആ സീക്വൻസിൽ തുടങ്ങുന്നതിന് മുമ്പ് പുള്ളി പോയിട്ട് പിന്നെ അത് കഴിയുമ്പോഴാണ് പുള്ളി എൻ്റർ ആവുന്നത്. നിങ്ങൾ ഫൈറ്റ് ചെയ്തോ, ഞാൻ പരിപാടി കഴിഞ്ഞാൽ മാറി നിൽക്കട്ടെ എന്ന് പറയുന്നത്. അതേപോലെ കുറച്ചധികം സംഭവങ്ങൾ എനിക്ക് ഭയങ്കര അതെനിക്ക് മനസ്സിലായത് ആ ക്യാരക്ടറിന് ആക്ച്വലി ഈ വേൾഡിൽ ഒരു റോളുണ്ട്. അപ്പോൾ പുള്ളി ആക്ച്വലി ത്രൂ ഔട്ട് എല്ലാ പടത്തിലും അവിടെ ഇവിടെ വരുമെന്ന് തോന്നുന്നു. ഈ വേൾഡ് ബിൽഡിങ്ങിന്റെ സിനിമകൾ ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു സംഭവമാണ് ഇത്. പുള്ളി വേറെ പടങ്ങളിൽ പക്ക ആകുമെന്നുള്ള സെറ്റപ്പ് ആണെങ്കിൽ നമ്മൾ ഈ പടം കാണാം. പുള്ളിയുടെ ഒരുപാട് ക്യാരക്ടേഴ്സിനും ഒരുപാട് സെറ്റപ്പിലും നമുക്ക് കഥയിൽ തന്നെ പലയിടത്തും നമുക്ക് ആ ഫീൽ ഉണ്ട്. ഏതാ ഇത് ഈ എലമെന്റ് ചിലപ്പം അടുത്ത പടത്തിൽ നല്ല രസമായിരിക്കും. ഈ സിനിമയിൽ അത്ര ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. സിനിമയുടെ മറ്റൊരു നെടുന്തൂൺ ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്. അത് ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ നമുക്ക് തരുന്ന ഒരു വൈബുണ്ട്. അത് ഭയങ്കര ക്ലീനായിരുന്നു. അത് ഇനിഷ്യലി ഇതിൻ്റെ ടീസറും ട്രെയിലറൊക്കെ ഉണ്ടാകുന്ന മുതൽ വന്ന ആ ഒരു മെയിൻ ടീസറിൽ വന്ന ആ ഒരു മ്യൂസിക് മുതൽ അത് പടത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്നതും എല്ലാം ഭയങ്കര രസമായിട്ടാണ്. കുറേ നല്ല പീസ് ഓഫ് മ്യൂസിക് പടത്തിലുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് രണ്ട് പാട്ടൊക്കെ ഉണ്ടായിരുന്നു പടത്തിൽ. ഈ മൊണ്ടായ സോങ്സ് പോലെ. പിന്നെ കിളിയെ ആക്ച്വലി ശേഖർ മേനോൻ്റെ ഒരു റീമിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. അത് ശേഖർ മേനോൻ ചെയ്ത വർഷമാണ്. അതാ ഉപയോഗിച്ചേക്കുന്നത്. ഇനി അത് കേൾക്കുമ്പോൾ രാജാ സാർ ഓടി വരും. ആരാ അവിടെ 100 കോടി അടിച്ചെന്ന് കേട്ടു, എനിക്കെന്താ കോപ്പറേറ്റ് തരാതെ നിങ്ങൾ അത് ശരിയാകത്തില്ലല്ലോ എന്ന് പറഞ്ഞ് രാജാ സാർ ഓടി വരും. പക്ഷെ അത് പ്ലേസ് ചെയ്തേക്കുന്നത് ഭയങ്കര വെറൈറ്റി ആണ്. കാരണം സാധാരണ ഈ ഫീമെയിൽ സ്റ്റാർസിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലത്തെ പടങ്ങൾ കുറവാണ്. അപ്പോൾ അതിന് തിയേറ്ററിൽ കൈഡിയൊക്കെ ഉണ്ട്. അതാണ് കല്യാണി പ്രിയസിനെ തിയേറ്ററിൽ അങ്ങനെ ആ സീൻ കാണുമ്പോഴേക്കും തിയേറ്ററിൽ കൈഡി. അപ്പം ഞാൻ ആലോചിച്ചു ഇതെന്താണ് സൂപ്പർ സ്റ്റാർസിനെ കൈഡി കിട്ടുന്നതല്ലേ, കല്യാണി പ്രിയസിനെ ലേഡി സൂപ്പർ സ്റ്റാറായി മാറിയാണോ? അതെ അതായത് നമ്മളൊരു ഫീമെയിൽ ഇപ്പം മെയിൽ സ്റ്റാർസിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു, അവരുടെ പഴയ പടങ്ങളിലെ എലമെന്റ്സ് എടുക്കുന്നു, പാട്ട് ഇങ്ങനെ മറ്റേ ഈ റെട്രോ സോങ് ഉപയോഗിക്കുന്നു. അതെ, ആ എലമെന്റുകളെല്ലാം ഇവര് മറ്റു രീതിയിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു എന്താ ജെൻഡർ സ്വിച്ച് ജെൻഡർ സ്വാപ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വർക്കായിട്ടുണ്ട്. പ്രത്യേകിച്ച് കല്യാണി ഇപ്പോൾ ഒരു ആക്ട്രസ്, അതായത് പുള്ളിക്കാരത്തി ആക്ച്വലി ഒരു ആക്ട്രസ് ആയിട്ട് ഇതുവരെ തെളിയിച്ചില്ല. കാരണം പുള്ളിക്കാരി ചെയ്ത പടങ്ങൾ എനിക്ക് തോന്നുന്നു ഇപ്പം പുള്ളിക്കാരിക്ക് പലപ്പോഴും പുള്ളിക്കാരുടെ ഈ ടീസർ ഇറങ്ങിയപ്പോൾ തന്നെ ആൾക്കാർ വെയിറ്റ് ചെയ്യണം. അതായത് കല്യാണി പ്രിയദർശൻ ഈ പടത്തിൽ അഭിനയം ശരിയാവത്തില്ലായിരിക്കും, അപ്പോൾ നമുക്ക് ട്രോളാം എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഈ പുള്ളിക്കാരി കുഴപ്പമില്ലല്ലോ, ഇത് വൃത്തിയായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടല്ലോ എന്നൊരു മറ്റേ ഫീല് ഉണ്ടാക്കി. പുള്ളിക്കാരത്തി ഗംഭീരമായിട്ട് അഭിനയിച്ചു എന്നതിലുപരി എനിക്ക് തോന്നിയത് പുള്ളിക്കാരത്തിയുടെ ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അത് ക്ലിയർ ആയിട്ട് മറ്റേ ഡയറക്റ്റ് ഉപയോഗിച്ചു. എന്താണ് പുള്ളിക്കാരത്തേക്ക് ചെയ്യാൻ പറ്റുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി. ഈ ക്യാരക്ടറിനെ ത്രൂ ഔട്ട് പടത്തിലൊരു മറ്റേ സ്റ്റോൺ ഫേസ് അങ്ങനെയാണ് പ്ലേസ് ചെയ്തത്. മേക്കപ്പും ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ലുക്ക് അതായത് ഫുൾ ലുക്ക് ഡിസൈൻ, അത് കോസ്റ്റ്യൂമിങ് ആയാലും ഹെയറിലെ പരിപാടി, കണ്ണിലെ, ഇതെല്ലാം പക്കായിട്ട് വർക്കായിട്ട്. പുള്ളിക്കാരുടെ ഡബ് ചെയ്തിരിക്കുന്ന സയനോരയാണ്. അതും ആക്ച്വലി ഒരു രസമുണ്ടാകും. ഒരുപാട് സംസാരിക്കുന്നില്ല ഈ ക്യാരക്ടർ. പുള്ളിക്കാരുടെ ഡയലോഗ് ഭയങ്കര ചെറുതാണ്. എപ്പോഴും ഈ വളരെ കുറച്ച് സംസാരിക്കത്തുള്ളൂ. ഒരുപാട് നീണ്ട ഡയലോഗ്സ് ഒന്നുമില്ല ക്യാരക്ടറിന്. പിന്നെ സ്റ്റൺസ് നല്ല ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലൈമാക്സ്. എനിക്ക് ആക്ച്വലി ക്ലൈമാക്സ് ഫൈറ്റിനേക്കാൾ എനിക്ക് ഇമ്പാക്റ്റ് ഇൻ്റർവൽ ഫൈറ്റ് ആയിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികൾ ഫൈറ്റ് ചെയ്യുന്ന സാധനം എനിക്ക് ഇപ്പോഴും അത്ര അങ്ങോട്ട് സെറ്റ് ആവാത്ത. പക്ഷേ ഇതെനിക്ക് തിയേറ്ററിൽ കണ്ടപ്പോൾ ഇത് കൊള്ളാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത എലമെൻ്റ് ആണല്ലോ പടത്തിൽ ഇതൊക്കെ. അതുകൊണ്ട് എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നി. അവസാനത്തേക്ക് എത്തിയപ്പോഴത്തേക്കും ഒരു ഫൈറ്റ്, ഒരു യൂഷ്വൽ നമ്മൾ കണ്ട കുറച്ച് ഫൈറ്റുകളുടെ ഒരു യൂഷ്വൽ സംഭവമായിട്ട് ഫീൽ ചെയ്തുള്ളൂ. പക്ഷെ അത് ഡീസൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സൂപ്പർ ഹീറോ അല്ലെങ്കിൽ ഒരു അമാനുഷിക പവറുള്ള ഒരാളുടെ പടത്തിൽ നിന്ന്
ഹെവി ആക്കുന്നില്ല ഇവര് അപ്പോഴും ഇവരൊരു ഗ്രൗണ്ടഡ് ആയിട്ടാ ഫീൽ ചെയ്യുന്നത്. അല്ല ഈ ഇൻഡോർ വെച്ചിട്ട് കുറച്ച് ചുരുക്കിയ സ്പേസിലാണ് എല്ലാം. ഞാനത് പടം കണ്ടിട്ട് വിചാരിച്ച ക്ലൈമാക്സ് കുറച്ച് എന്തെങ്കിലും വലിയ പരിപാടിയൊക്കെ നടക്കുമെന്ന് വിചാരിച്ചപ്പം ക്ലൈമാക്സ് നേരെ ആ കഫേയിലേക്ക് ബജറ്റ് ഇവര് ഭയങ്കര കൃത്യമായിട്ട്, അതായത് എല്ലാ പൈസ ഇപ്പം ടോവിനോടെ സീനാണേലും ഇവരൊരു ഹോസ്പിറ്റൽ, ഈ എല്ലാ ലൊക്കേഷൻ സെലക്ഷനും എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഈ ഇപ്പൊ ഇവർ മറ്റൊരു ആശുപത്രിയിൽ എത്തത്തില്ലേ, മൈക്കിൾസോ അങ്ങനത്തെ ഒരു ആശുപത്രിയുടെ പേര് പറയുന്നു, നെസ്ലിനെ ഉടനെ രക്ഷപ്പെടുത്തണം. ബട്ട് കല്യാണി എന്ന് പറയുന്നത് വലിയ മുറിവില്ല, അവിടെ എത്തുമ്പോ അത് ഒരു അബാൻഡൻ പ്ലേസ്. അതെ, ഒരു അബാൻഡൻ പ്ലേസ്. എന്തിനാ ഇവിടെ വരുന്നത്? ഒരു ഓട്ടക്കാരൻ ഇവരെ കൊണ്ടുവിടുന്നത്. ഓട്ടക്കാരൻ നോക്കുമ്പോൾ മുറിവൊക്കെ പറ്റിയ ആളില്ലാത്ത സ്ഥലത്ത് ഇവരെ കൊണ്ടുവിടുന്നത്. എന്തോ പദ്യങ്ങളുണ്ടല്ലോ. പിന്നെ അവിടെ നിന്ന് ടോവിനോട് ഇൻട്രോ ഒക്കെ രസമുണ്ടായിരുന്നു. പക്ഷേ ഈ അതായത് ഒരു എന്തിനാ അവിടെ വരുന്നു, അതായത് ഒരു ലൊക്കേഷൻ. അതേപോലെ തന്നെയാണ് ഈ മറ്റേ ലാസ്റ്റത്തെ ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്ത് ഹോളിഗ്രിൽ. അപ്പൊ ഹോളിഗ്രിൽ എത്തുമ്പോൾ ഈ ലൊക്കേഷനിൽ എത്തുമ്പോൾ ആ ലൊക്കേഷൻ സ്പെസിഫിക് ഒരു സംഭവം. ഇവർ ആക്ച്വലി മൈക്കിളിന് അവിടെ എത്തുമ്പോഴത്തേക്കും നിഷാന്ത് സാറിനെ വിളിക്കും. നിഷാന്ത് പറയുന്നുണ്ട് നിനക്ക് അവൻ്റെ അടുത്തോട്ട് പൊക്കൂടെ, ഏത് ഹോളിഗ്രിലേക്ക് പോകാൻ അങ്ങനെ ചോദിക്കുന്നത്. അപ്പം ഹോളിഗ്രിൽ പോയാൽ ഇവര് ചാത്തന്റെ ഇൻട്രോയ്ക്ക് വേറെ സീൻ വേണ്ടേ? അല്ല, അപ്പൊ അതെനിക്ക് മനസ്സിലായത് ഈ മൈക്കിൾസിന്റെ ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതെനിക്ക് തോന്നുന്നു അത് ഇവരുടെ യൂണിവേഴ്സിലെ ഒരു മെയിൻ എലമെന്റ് ആയിരിക്കണം. നമുക്ക് പറയുന്നില്ല, പിന്നീട് അറിയുന്നുള്ളൂ. ഞാൻ പറയുന്നത് ഈ യൂണിവേഴ്സ് ബിൽഡ് ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അടുത്ത പടത്തിൽ ഞങ്ങൾ തെളിയിക്കാടാന്നുള്ള സെറ്റപ്പ് ഇതിനകത്ത് എനിക്കെല്ലാം അതുകൊണ്ട് എല്ലാം 50-50. അതായത് ആ സീൻ വർക്ക് ആവുന്നുണ്ട്, ബട്ട് നമുക്ക് ഈ എന്തിന് ഇവിടെ വന്നു എന്നുള്ളത് നമുക്ക് ക്ലാരിറ്റി ഇല്ല. അപ്പോൾ അതിങ്ങനെ ഹാഫ് മൈൻഡ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി എല്ലാം ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ലാസ്റ്റ് ആ ക്ലൈമാക്സ് ഫൈറ്റ് ചെയ്തപ്പോഴും അവിടെ ചെല്ലുമ്പോഴും നമ്മൾ വിചാരിക്കും അവിടെ ചെല്ലുമ്പോൾ ഞാൻ സേഫായി എന്ന് തോന്നണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പവർഫുൾ എലിമെന്റ് ആണ്. സാൻഡിയുടെ കാര്യം പറയുമ്പോൾ അത് മൂത്തോൻ ഹാൻഡിൽ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പൊ ക്ലൈമാക്സിൽ സാൻഡി ആയിട്ട് അല്ലെങ്കിൽ ആ ക്യാരക്ടറിനായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേറെ ആരെങ്കിലും വരുമോ അങ്ങനത്തെ ലൈനിലാണ് നിൽക്കുന്നത്. കാര്യം ഇവള് വേണ്ട എന്നുള്ള ലൈനില്. പക്ഷേ ഇത് ഇവളുടെ ചന്ദ്രയുടെ കഥ ആയതുകൊണ്ട് തന്നെ ചന്ദ്ര തന്നെ അത് ഫിനിഷ് ചെയ്യണം എന്നുള്ളൊരു ഒരു സിനിമാറ്റിക് ഒരു സംഭവം ഉണ്ടല്ലോ, അതുകൊണ്ട് അവിടെ സംഭവം നടക്കുന്നതാണ്. അതെനിക്ക് അവിടെ ഞാൻ ആലോചിച്ചു. അവിടെ ഞാൻ എൻഡിൽ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചു, എടാ ഇവിടെ ടോവിനെയും ദുൽഖറിനെ നമ്മളിങ്ങനെ കണ്ടല്ലോ, ഒരു ഗ്ലിംസ്, ദുൽഖറിനെ ഒരു ഗ്ലിംസ് പോലെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തപടത്തിലാണ് മമ്മൂക്കയാണ് എന്താണ് പറയുന്നത്, എല്ലാവരും പറയുന്നത് മമ്മൂക്ക ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും മമ്മൂക്ക അടുത്ത പടത്തിൽ വരുമോ വരാതിരിക്കും. പിന്നെ വിക്കിപീഡിയയിൽ എഴുതി വെച്ചിട്ടുണ്ട് മമ്മൂക്ക പൂത്തൊരു പറഞ്ഞ വിക്കിപീഡിയ കിടില സാധനം. അതെടുത്ത് നോക്കിയാൽ കാസ്റ്റിൽ എല്ലാവരുടെ പേരും ഉൾപ്പെടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ VFX ഡിപ്പാർട്ട്മെൻറ്റുകാർ വളരെ വൃത്തിയായിട്ട് അതിലുള്ളത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇവർ ഒരുപാട് VFX എക്സ്ട്രാ വേക്കൻസി ഒന്നും കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല. വളരെ കുറച്ച് ഷോട്ടുകൾ വൈഡ് അവിടെ നല്ലതാണ്. VFX ബഹളം ഒന്നുമില്ല, ഉള്ളത് നീറ്റാണ്. എനിക്ക് ഇപ്പോഴും മറ്റേ സ്മൂത്ത് അല്ല, ബട്ട് പക്ക VFX പറയാനില്ല, ബട്ട് വൃത്തികേടാക്കിയിട്ടില്ല. എനിക്കിപ്പോഴും ഈ സൂപ്പർ ഹീറോസ് സിനിമകൾ പൊതുവെ എടുക്കുവാണെങ്കിൽ മലയാളത്തിൽ ഇപ്പോൾ 2 എണ്ണേ വന്നിട്ടുണ്ടെന്ന് പറയാം അല്ലേ, 2 പടം. എനിക്കിപ്പോഴും ഈ ജോണിൽ എനിക്ക് ലോകയേക്കാൾ ഇഷ്ടപ്പെട്ടത് മിന്നൽ മുരളി. അത് ചിലപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം അങ്ങനെ ആവണമെന്നില്ല. ഞാൻ കുറെ കൂടെ എൻജോയ് ചെയ്തതും കുറെ കൂടെ ഒരു ഫുൾ ഫ്ലെജ്ഡ് പടമായിട്ട് തോന്നിയതും ഫീൽ ചെയ്തത് അതാണ്. അതിന്റെ വില്ലൻ കുറെ കൂടെ സ്ട്രോങ്ങർ ആണ്. ഇതിനകത്ത് വില്ലൻ മോശമൊന്നുമല്ല, ബട്ട് വില്ലന്റെ എലമെന്റ് സ്ട്രോങ് ആണ്, ബട്ട് അത് ഫുള്ളി ഫ്ലെജ്ഡ് ആയിട്ട് നമ്മുടെ മുമ്പിൽ. അതിന് മുമ്പ് തന്നെ വില്ലന്റെ പരിപാടി തീരുക. നമ്മളിപ്പോ ഒരു സീരീസ് കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ ഒരു മിഡ് പോയിന്റിൽ നിന്ന് വില്ലനെ അകത്ത് കയറ്റുന്നു, ഇനി വില്ലൻ പുറത്തിറങ്ങി വന്നതാണ് അടുത്ത പരിപാടി കാണിക്കുക. വില്ലന്റെ ആക്ടിങ് ഓക്കെ, നമ്മൾ പുള്ളിയുടെ ആക്ടിങ് ഒക്കെ ഈ ലൈൻ ഓഫ് ആക്ടിങ് കണ്ടിട്ടുണ്ട്. അതെ, പുള്ളിയുടെ ഇൻട്രോ, പുള്ളിക്ക് പവർ കിട്ടുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഈ വിജയരാഘവൻ സീന് ക്ലങ്കി ആയിട്ട് ഇടയ്ക്ക് കയറി ആശുപത്രി കിടക്കുമ്പോൾ പെട്ടെന്ന് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ അപ്പം നമ്മൾ ഇത് അങ്ങോട്ട് ഫ്ലോ ആവുന്നില്ല, ബട്ട് ഓക്കെ എന്ന്. ബട്ട് പിന്നെ വില്ലൻ മറ്റേ ഫ്രഷ് കൺവേർട്ടാണ്, അങ്ങനെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വന്നിട്ട് ഒരു ഫൈറ്റ് കൊണ്ട് വില്ലൻ ആക്ച്വലി കൺവേർട്ടായി വന്നപ്പോഴത്തേക്കും വില്ലന്റെ പരിപാടി തീർന്നു. അതെ, വില്ലന്റെ ആ ഒരു ഫൈറ്റോടുകൂടി അപ്പം നമ്മൾ ആക്ച്വലി അത് ഒരു പക്ഷേ ഞാൻ വിചാരിച്ചു വില്ലൻ മരിച്ചിട്ടില്ല, ബട്ട് ഇങ്ങനല്ല. സോറി സ്പോയിലേഴ്സ് അല്ല ഇങ്ങനല്ല, ഇതിപ്പോ ഒരു പെട്ടിക്കകത്താക്കി അതിനകത്ത് പിന്നെ അതിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു സീക്വൻസ് ഉണ്ടാവണം. അതല്ലാതെ വേറൊരു രീതിയിലായിരിക്കും വില്ലന്റെ കേസ് എൻഡ് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചത്. അതായത് താൽക്കാലികമായിട്ട് വില്ലൻ മറഞ്ഞ് ബട്ട് വേറെന്തോ ഒരു ഇവര് അടച്ചിരിക്കുന്ന അത്രയും വോൾട്ടില്ലേ, അത്രയും ഒരു എന്താ അതിനകത്തുനിന്ന് എല്ലാവരും കൂടെ പുറത്തിറങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ ഒരു സൈഡിൽ ലാസ്റ്റ് പോലെ എല്ലാത്തിനെയും ഉയർത്തെഴുന്നേപ്പിക്കും, മറ്റേ എല്ലാവരും ഉയർത്തെഴുന്നേപ്പിച്ചിട്ട് ആ പെട്ടികളെല്ലാം തകർത്ത്
ആ വില്ലന്മാരെല്ലാം പുറത്തിറങ്ങി. പിന്നെ ഭയങ്കര അടിയാ, കണ്ട പൈസ പോയി അടി എന്ന് പറയുന്നത് അല്ലേ. അപ്പോഴേക്കും മൂത്തൻ ഇറങ്ങുന്ന ഇവർ ആക്ച്വലി ഇതിന് ടൈറ്റിൽ ആനിമേഷനിൽ ഇവരൊരു ഫുൾ ഒരു ഇത് കാണിക്കും. അതിനകത്ത് ഏലിയനാണ്. അതായത് ഇവര് അതിനകത്ത് ആക്ച്വലി നല്ല കുറെ സംഭവങ്ങളുണ്ട്. മാത്രമല്ല ഈ കുറഞ്ഞ ബഡ്ജറ്റിൽ കുറച്ചധികം പരിപാടി ചെയ്യാൻ പറ്റിയ, അതായത് അതിനകത്താണ് ഈ ഏലിയൻസ് വരുന്നു, അവർ തീ കണ്ടുപിടിക്കുന്നു, മറ്റേ ആൾക്കാർക്ക് തീ ചുറ്റുമുള്ള ആദ്യ മനുഷ്യൻ തീ കണ്ടു കഴിഞ്ഞാൽ അനുഭവത്തിൽ നിൽക്കുന്നു. അങ്ങനത്തെ കുറെ സാധനങ്ങൾ ആ ടൈറ്റിൽ ആനിമേഷൻ ചെയ്യുന്നത് ഭയങ്കര രസമാണ്. ഞാൻ കണ്ടപ്പോൾ ആ ടൈറ്റിൽ ആനിമേഷൻ വരെ ആക്ച്വലി പടമായിട്ട് ബന്ധമില്ലെന്ന് പറയാൻ പറ്റില്ല. മറ്റേ ഇനിഷ്യൽ സീക്വൻസ് ഇല്ലേ, അതായത് നമ്മുടെ ഗാസ സ്ട്രിപ്പ്, ആ ഒരു ലൈൻ ഓഫ് ആ വിഷ്വലാണത്. അതെ, അവിടുത്തെ എന്തോ ഒരു വിഷ്വലാന്ന് തോന്നുന്നു. അത് അവിടുന്ന് ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ട് നേരെ അത് നല്ല രസമുള്ളൊരു മറ്റേ ആന്റഗണിസ്റ്റ് ആയിട്ട് എന്തോ ചൈനക്കാരിയോ ജപ്പാൻകാരിയോ എന്തോ ഒറ്റ സീനേ ഉള്ളൂ. പക്ഷെ അത് ആ ഫൈറ്റ് നടന്നില്ല. ഫൈറ്റിന് വേണ്ടി വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ചന്ദ്രൻ അവിടെ നിന്ന് എസ്കേപ്പ് ആകുമ്പോൾ തൊട്ട് ഈ ആനിമേഷൻ കാണിക്കുന്നു. അതില് നമ്മൾ ആക്ച്വലി ദുൽഖറിന്റെ ടോവിനോയുടെ ഫേസ് അതിൽ തന്നെ നമുക്ക് റിവീൽ ആവുന്നുണ്ട്. അത് കൂടാതെ പലരുടെയും ഫേസ് ഉണ്ട്. പക്ഷേ അറിയത്തില്ല, ഞാൻ കണ്ടപ്പോ ഇങ്ങനെ വെറൈറ്റി കുറെ കോസ്റ്റ്യൂം. അതെ, അത് അന്നത്തെ ദുൽഖറും ടോവിനെ കുറച്ചുകൂടെ 2-3 ഇതിൽ വരുന്നുണ്ടല്ലോ അവര്. അല്ല, അതിങ്ങനെ ദൂരെ നിൽക്കുന്ന ഇപ്പൊ ഈ മൂത്താൻ ക്യാരക്ടർ അതൊക്കെ ഇല്ലേ അന്വേഷണത്തിന്റെ അകത്ത്. അല്ല, അത് ഞാൻ പടം കാണുന്നില്ല അപ്പൊ അപ്പോഴത്തേക്കും പടം വരാനിരിക്കുന്നില്ലേ ഉള്ളൂ. ഈ ദുൽഖർ ഉള്ളത് എനിക്ക് ഫുള്ളി അറിയത്തില്ല. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിന്റെ ചെകയാതെയാ പോയത്. എനിക്കിതിൽ ഇടയ്ക്ക് ആരൊക്കെ ഇത് വരും എന്നുള്ള എല്ലാം അറിയാതെ, അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്കത് എവിടെ വരും എന്നുള്ളതാണ് നമ്മുടെ എപ്പോഴും. ഇടയ്ക്ക് ആക്ച്വലി ഒരു 4 പേരുടെ ക്യാമിയോ ഉണ്ട്. പെട്ടെന്നൊരു ക്യാമിയോ വരും. അഹാന, ശാന്തി ബാലേന്ദ്രൻ, നമ്മുടെ ഇവർ ബാലു വർഗീസും സൗബിനൊക്കെ വരുന്ന ആ ഒരു സീക്വൻസ് ഉണ്ട്. അത് എനിക്ക് തിയേറ്ററിൽ ഭയങ്കര രസമായിരുന്നു. കാരണം നമ്മൾ വലിയ സൂപ്പർ സ്റ്റാറുകളൊന്നും ഈ സീക്വൻസ് ഇവർ 4 പേരെ ഒരുമിച്ച് കുറേ പേര് വരുന്നുണ്ടായിരുന്നു. കുറേ പേര് 4 പേരേ ഉള്ളൂ. ഇവർ 4 പേരെ കാണിക്കും. ഞങ്ങളുടെ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കൈയിട്ട് മറ്റേ സൗബിനൊക്കെ അത് തന്നെ ആ സീക്വൻസ്. അപ്പോൾ സൗബിൻ്റെ ആ വരുന്നില്ല, സ്റ്റാർട്ട് ചെയ്യുന്നത് ശാന്തി ബാലേന്ദ്രൻ, അഹാന, ബാലു വർഗീസ്. അത് നല്ല പരിപാടിയാണ്. നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിൽ ഇത്ര ആൾക്കാർ ഇതിനകത്ത് ഇതിൻ്റെ അടുത്ത ഈ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവരെവിടെയോ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ലിയോ പടത്തില്ലേ ഇയാളുടെ ഫോട്ടോ കാണുമ്പോഴത്തേക്കും മറ്റേ ഓരോരുത്തർ ഇറങ്ങുമല്ലോ, എനിക്ക് ആ സാധനം അതേപോലത്തെ ഒരു ഫീലാണ്. അതായത് ഇവരിങ്ങനെ ഇവരിവിടെ ഉണ്ടല്ലേ. ലാസ്റ്റ് പടത്തിൽ വാമ്പയർ ഹണ്ടേഴ്സ് ആണ് ഇവര്. വാമ്പയർ ഹണ്ടേഴ്സ് ആണ് അല്ലല്ലോ. എനിക്ക് തോന്നി മറ്റേ കത്തനാരച്ചനില്ലേ, പുള്ളിയുടെ കഥ ഏതെങ്കിലും ഒരു പടമാക്കുവാണെങ്കിൽ പുള്ളി ഇങ്ങനെ ഓടി ഓൾറെഡി വേറൊരു പടമായിട്ട് വരുന്നുണ്ട്. അത് വേറെ കഥയാണെന്നല്ലേ പറയും. ഇത് ഈ സൂപ്പർ ഹീറോ വേൾഡിനകത്ത് പുള്ളി ഇങ്ങനെ ഓരോരുത്തരെ പോയി കണ്ടിട്ട് ഇതിനകത്ത് നമുക്ക് വളച്ചെടുത്തിട്ട് ഭൂമിക്ക് നല്ലത് ചെയ്യാൻ. പക്ഷേ എനിക്കൊന്ന് പുള്ളിയുടെ അത് ഫുൾ ഫ്ലെജ് പടമായി കാണത്തില്ല. പക്ഷെ പുള്ളിയുടെ അങ്ങനത്തെ സീക്വൻസുകൾ തുടർന്ന പടത്തിൽ പലയിടത്തും കാണുമായിരിക്കും. കുറച്ചുകൂടെ വലിയ സീക്വൻസ് ആവുമായിരിക്കും. അപ്പം ഓരോരുത്തരെയും പോയി എങ്ങനെയാണ് ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നത്. മറ്റേ സാമുവൽ എൽ ജാക്സന്റെ ക്യാരക്ടറാണല്ലോ പുള്ളി. നിക് ഫ്യൂറി ഇവിടുത്തെ നിക് ഫ്യൂറി കത്തനാരാണ്. അപ്പൊ അങ്ങനത്തെ കുറെ സംഭവം, അതായത് നമ്മുടെ ഇതിനേക്ക് പറിച്ചെടുമ്പോൾ കോപ്പി അടിച്ച് വെക്കുക എന്നതിലുപരി നമ്മുടെ കൾച്ചറിലുള്ള കഥകളെ എടുത്തിട്ട് ഇതുപോലെ സംഭവം പടം ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആവും. അതായത് നമുക്കിപ്പോൾ ഒരു സൂപ്പർ ഹീറോ പടം കണ്ടേച്ച് അതുപോലെ ഒരു ഇന്ത്യൻ പടം എടുക്കാൻ ശ്രമങ്ങൾ ഇവിടെ ഒരുപാട് നടത്തിയിട്ടുണ്ട്. അത് പലതും പാളി പോയിട്ടുണ്ട്. ഇതിനെപ്പോഴും ഈ പ്രശ്നം ഇതിനെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു എലമെന്റ് ഇല്ലാതെ വരുമ്പോഴാണ് പല സിനിമകളും നന്നായി ചെയ്താൽ പോലും വർക്കാതെ വരുന്നത്. ഇപ്പം ഈ രാവണനൊക്കെ പറ്റിപ്പോൾ ഒരു വലിയൊരു ഇഷ്യൂ അതായിരുന്നു. രാവണിൽ ഈ ബാക്ക്ഡ്രോപ്പ് ഉണ്ടായിരുന്നു. രാവൺ എന്നുള്ള എലമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിനെ നമ്മളുമായിട്ട് ലിങ്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു സംഭവം. ബാംഗ്ലൂരിനെ ബാംഗ്ലൂരായിട്ടല്ല കാണിക്കുന്നതെങ്കിലും ഈ കഥയും പരിപാടികളും മലയാളികളും പിന്നെ കുറച്ച് പേര് പറഞ്ഞൊരു കംപ്ലൈൻറ്റ് ഞാൻ കേട്ടതേ, ഈ കന്നഡം കേട്ടാൽ മനസ്സിലാവുന്നവർ പറയുന്നത് ഇതിനകത്ത് കന്നഡ കുറച്ച് പ്രശ്നമാണെന്ന് പറയും. അതായത് ഇപ്പം നമുക്കത് മനസ്സിലാകത്തില്ല. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഹിന്ദിക്കാരുടെ ഒരു ചെറിയ അലിവ് തോന്നിയത്. അവരുടെ പടത്തിൽ മലയാളം എങ്ങനെ പറഞ്ഞാലും മനസ്സിലാകത്തില്ല, ഒരു ചെറിയ അലിവ്. അപ്പം നമുക്ക് ഇപ്പം ഈ പടം എടുത്താലും ഹൃദയപൂർവ്വം എടുത്താലും നമ്മൾ ഇവിടുന്ന് പൂനെ പോകുന്നു, അവിടുത്തെ ഒരു ക്യാരക്ടർ സംസാരിക്കുന്നു, ജീവിക്കുന്നു, ഒരു ലൊക്കേഷനിൽ വേറെ ലൊക്കേഷനിലേക്ക് സഞ്ചരിക്കുന്നതൊക്കെ സീൻസ് കാണിക്കുമ്പം നമുക്കറിയത്തില്ല ഈ ലൊക്കേഷൻ ടു ആ ലൊക്കേഷൻ എന്ത് ദൂരമുണ്ട്, ട്രാഫിക്, ഈ പരിപാടി, ഇത് നമുക്ക് ആ പടം കാണുമ്പോൾ ഇത് വർക്കായി പോവാണ്. ഇപ്പം നമ്മൾ ഈ ഇപ്പോൾ മറ്റേ പരംസുന്ദരി പോലെ പടം കാണുമ്പോഴേ നമുക്ക് ആലപ്പുഴ ടു അതിരപ്പള്ളി എന്ത് ദൂരം ഉണ്ടെന്ന് നമുക്കറിയാം. കാണുന്ന ഇന്ത്യക്കാർക്ക് അറിയത്തില്ല. അതേപോലെ ഇതിനകത്ത് അപ്പം ആ ഒരു സംഭവം അതുപോലെ കുറച്ച് എലമെന്റ്സ് ഇതിനകത്തുണ്ട്. അത് നമുക്ക് മനസ്സിലാവില്ല. ഞങ്ങൾ കന്നഡ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളല്ല, കന്നഡ കേൾക്കുന്ന മലയാളികൾക്ക് ചിലപ്പം മനസ്സിലാവും. അപ്പം അവർക്ക് എല്ലാവരും സംസാരിക്കുന്ന കന്നഡ അത്ര
ഇപ്പം കല്യാണി പോലുള്ളവർ സംസാരിക്കുന്നില്ല, അതിപ്പം മലയാളി കന്നഡ പറയുന്ന കണ്ട ഗൊത്തില്ല എന്ന് നസ്ലി പറഞ്ഞു. ആ സിനിമയിൽ നസ്ലിനെ പറ്റി ആക്ച്വലി അധികം ആൾക്കാർ സംസാരിക്കുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. ഒരുപാട് പേര് പറഞ്ഞല്ലോ എന്താണ് ഇദ്ദേഹത്തെ പറ്റി സംസാരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ നസ്ലിന് കുറച്ച് മുമ്പായിട്ട് തൊട്ടൊരു എന്തോ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ പോലെ ഭയങ്കര നെഗറ്റിവിറ്റി ഉണ്ട് നസ്ലിന്. എല്ലാ പടത്തിലും നസ്ലിൻ ഒരേപോലെ ഇതിനകത്തും വർക്കാവുന്നുണ്ട്. അതാണ് സംഭവം. നിങ്ങൾ ചിരിക്കുന്നുണ്ടല്ലോ നസ്ലിനെ കാണുമ്പോൾ, അതല്ലേ വേണ്ടത്. പിന്നെ നസ്ലിൻ വേറെ എന്ത് ചെയ്യാനാണ് നിങ്ങൾക്ക് വേണ്ടി? പിന്നെ എനിക്ക് തോന്നിയത് നസ്ലിൻ ഇപ്പം പ്രേമലു കഴിഞ്ഞിട്ട് അടുത്ത പടം ഇപ്പം സ്റ്റാർസ് അങ്ങനെയാണ്. ഒരു കാര്യം അറിയോ, ഈ പടത്തിൽ ചന്തു സലിംകുമാർ ചെയ്ത ക്യാരക്ടറിന് വേണ്ടിയാണ് നസ്ലിൻ ആദ്യം വിളിച്ചത്. അന്ന് പ്രേമലു ഇല്ല, ബിഫോർ പ്രേമലുവിനാണ് ഈ കാസ്റ്റ് നടക്കുന്നത്. അപ്പോൾ ചന്തു സലിംകുമാർ ചെയ്ത ക്യാരക്ടറാണ് നസ്ലിൻ ചെയ്ത ക്യാരക്ടർ വേറെയാണ് ചെയ്തിരുന്നത്. ലേറ്റർ സ്റ്റേജിലാണ് ആ ആക്ടർ മാറി, പിന്നെ അതിലേക്ക് നസ്ലിൻ റീപ്ലേസ് ആവുകയും പിന്നീട് ചന്തു ഒക്കെ ലാസ്റ്റ് അഡീഷൻ ആണ് പറയുന്നത് ഈ കാസ്റ്റിംഗിൽ. നല്ല അഡീഷൻ ആയിരുന്നു ചന്തു. എനിക്ക് ആക്ച്വലി വർക്കാവാത്തത് മറ്റേ സെക്കൻഡ് കൂട്ടുകാരനാണ് അരുൺ കുര്യൻ. അത് ലാസ്റ്റ് ഈ ആശുപത്രി സീനൊക്കെ വരുമ്പോഴത്തേക്കും ഇവര് രണ്ടുപേരും അധികപ്പെട്ടായിട്ട് ഇങ്ങനെ നിൽക്കും. ഇവരെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വെക്കേണ്ടി വരുന്നുണ്ട്, അവർക്കൊന്നും ചെയ്യാനില്ല. അതായത് സ്റ്റോറി വൈസ് ഇവര് ഭയങ്കര അധികപ്പെട്ടായിട്ട് പടം മുഴുവൻ എന്നല്ല, നമ്മൾ സ്റ്റോറി വൈസ് ഇവരെ ഇങ്ങനെ അപ്പൊ അവര് ചുമ്മാ ഇങ്ങനെ എന്തിനാണ് നമ്മൾ ഇവിടെ വന്നതെന്നൊക്കെ ചുമ്മാ പറഞ്ഞുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുകയാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഇവരെ പ്ലേസ് ചെയ്യണമല്ലോ എന്ന് വെച്ച് എഴുതി വിടുന്ന സാധനങ്ങൾ പോലെ തോന്നും. അപ്പൊ അതല്ലാതെ ഈ ഒരു കൂട്ടുകാരനായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. ചന്തു സലിംകുമാർ ആക്ച്വലി എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഞാൻ ഇതിനു മുമ്പ് കണ്ട പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ പുള്ളി വളരെ നന്നായിട്ട് ഈ സിനിമയിൽ പുള്ളി ഫിറ്റാണ്. ഈ സിനിമയിൽ പുള്ളിക്കാരൻ ഫിറ്റാണ്, പുള്ളിയുടെ ക്യാരക്ടർ അതിനകത്ത് സെറ്റ് ആവുന്നു. പുള്ളിക്ക് ഒരു എലമെന്റ് കൊടുത്തിട്ടുണ്ട്. പുള്ളി ഫുൾ ടൈം ഈ ആകാശം നോക്കിയിരിക്കുക. എന്തോ പുള്ളി ആ തുടക്കത്തിൽ മുതൽ പുള്ളി പറയുന്നുണ്ട്, മറ്റേ ഫസ്റ്റ് സീനിൽ പുള്ളി പറയുന്നത് ഇത് മറന്നു എന്തായിരുന്നു ഒരു സംഭവം പറയുന്നത്. അതൊക്കെ കണക്ട് ചെയ്യാനുള്ള എലമെന്റ്സ് ആണെന്ന് തോന്നുന്നു. പറയുന്ന ആകാശ ഇവരിരിക്കുന്ന ഇവരുടെ വീട്ടിൽ ഇവരുടെ ഡോറിൽ തന്നെ ഒരു സ്പേസ്ഷിപ്പിൽ പടം, അങ്ങനത്തെ കുറച്ച് റെഫറൻസ് ഒക്കെ അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഉറങ്ങുന്നത് ഞാൻ വിചാരിച്ചു ഈ ക്യാരക്ടർ പടത്തിൽ അവസാനം വരും, അവൻ മറ്റേ വലിയ ഒട്ടൻ ചാത്തന. അതെ, അത് ആക്ച്വലി ഇന്നലെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ കോമിക്കൽ എലമെന്റ് ആയിരിക്കാം. അത് നമ്മൾ ഈ മാർവൽ പടങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ. അതായത് ഒന്നുമില്ല പടത്തിൽ, വേറെ പടത്തിന് ആ ക്യാരക്ടറെ കൊണ്ട് ഗുണമില്ല ദോഷമില്ല. ഇയാളൊരു ഫ്രെയിമിൽ ഇടയ്ക്ക് വന്നു പോകുന്ന പോലത്തെ അങ്ങനെ ക്യാരക്ടർ മാർവലിനൊക്കെ പല പടങ്ങളുണ്ട്. ഈ നാഗശ്വിൻ ഡയറക്ടറില്ല കൽക്കിയുടെ, പുള്ളി ഇന്നലെ ഈ പടത്തിന്റെ സക്സസ് മീറ്റ് നടത്തിയിരുന്നു അവിടെ. അപ്പോൾ അവിടെ നാഗശ്വിൻ പ്രസംഗിക്കുന്ന സമയത്ത് നാഗശ്വിൻ മറ്റേ പറഞ്ഞു എനിക്കൊരു സ്പിൻ ഓഫ് പടം വേണം, ഡൊമിനിക്കാനോട് പറയാം ആ കൗച്ചിൽ കിടക്കുന്ന പയ്യനെ വെച്ചിട്ട്. പുള്ളി ആരാണ് എന്നെനിക്ക് അറിയത്തില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പുള്ളി വെച്ചിട്ട് എനിക്ക് സ്പിൻ ഓഫ് പടം വേണം. പുള്ളി ആരാ, പുള്ളി എന്താ, പുള്ളി ചാത്തനാണോ പറഞ്ഞതെന്നൊക്കെ ചോദിക്കേണ്ടതാണ്. അത് ഭയങ്കര രസം. നമ്മൾ അങ്ങനെ മറ്റേ പൂച്ചയുടെ പൂച്ച മറ്റേ കല്യാണിയെ കാണുമ്പോഴത്തേക്കും അങ്ങനെ മൾട്ടിപ്പിൾ എലമെന്റ്സ് മറ്റേ പടത്തിലെ ഏതാ മാർവലിന് ഒരു പടമുണ്ടല്ലോ, ക്യാപ്റ്റൻ മാർവലിന്റെ പൂച്ച ഉണ്ടല്ലോ, പൂച്ച മറ്റേ വിഴുങ്ങും, അതുപോലെ അങ്ങനത്തെ സാധനങ്ങളല്ല. അത് തന്നെ ഇപ്പൊ ഒരു സീൻ എടുത്താൽ അതിനകത്ത് ഇപ്പൊ 2 ക്യാരക്ടർ ഉള്ളെങ്കിലും അതിനകത്ത് ഒരു പൂച്ച ആഡ് ചെയ്യാം. അവിടെ കസര കിടന്ന ഒരു ക്യാരക്ടർ ഉറങ്ങട്ടെ, അവിടെ ഒരു മറ്റേ ഇതെല്ലാം പുതിയ എലമെന്റ്സ്. ടെലിസ്കോപ്പ് അവിടെ ഇരിക്കട്ടെ, അത് ആകാശത്തേക്ക് അങ്ങനെ ഇവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി എന്തെങ്കിലും പുതിയ ഒരു 10 എലമെന്റ്സ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. ഇതെല്ലാം കഥയുടെ പ്രധാന എലമെന്റ്സ് അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടെ കൂടി ചേരുമ്പോൾ ഒരു പുതുമയുണ്ടാവണം, ഒരു ഫ്രഷ്നെസ് ഉണ്ട്. പിന്നെ പടത്തിൽ ഫൈറ്റ് ചെയ്യുന്നത് യാനിക് ബെൻ ആണ്. യാനിക് ബെൻ വന്ന് ചെയ്യാനും മാത്രം വലിയ സംഭവങ്ങൾ പടത്തിൽ നടക്കുന്നില്ലെങ്കിലും ഉള്ളത് വൃത്തിയാക്കാൻ ആ പുള്ളിയുടെ പരിപാടി നടന്നിട്ടുണ്ട്. പുള്ളി ആക്ച്വലി നമ്മുടെ ഐഡന്റിറ്റിയിൽ ആക്ഷൻ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ്. അപ്പോൾ അതും ഐഡന്റിറ്റിയുടെയും വലിയൊരു ഐഡന്റിറ്റി ഈ ആക്ഷൻ സീക്വൻസ് ആയിരുന്നു. ബാക്കി പടത്തിൽ ഭയങ്കര മിക്സ്ഡ് ഫീലിംഗ് ആയിരുന്നെങ്കിലും ആക്ഷൻ സീൻ നല്ലതായിരുന്നു. ഈ പടത്തിലും അത് ആക്ഷൻ സീക്വൻസ് ഈ യാനിക് ബെൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടല്ല പുള്ളി ചെയ്തുകൊണ്ട് അത് ഭയങ്കര ഭംഗിയായിട്ട് തന്നെ അത് വേണ്ടതുപോലെ ഇവരൊരു പരിധിക്കപ്പുറത്തേക്ക് പുഷ് ചെയ്യുന്നില്ല. കുറച്ചുകൂടെ പരിപാടി ആകട്ടെ എന്നുള്ള ലൈനിലേക്ക് ഇവർ പോകണില്ല. ഇവർ ഇത് മതി എന്നുള്ള ലൈനിൽ തന്നെയാണ് അതിനെ ചെയ്ത്. പിന്നെ കുറേ സാധനങ്ങൾ ഈ ഓർഗൻ ട്രേഡ്, ആ സാധനങ്ങളൊക്കെ ഓർഗൻ ട്രേഡ് എലമെന്റ്സ് ഒക്കെ അല്ലേ അപ്പോൾ ത്രൂ ഔട്ട് മാഗസിൻസിൽ അതിന്റെ അതിങ്ങനെ കഥയ്ക്ക് ത്രൂ ഔട്ട് അത് ഉണ്ടെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് അത് പോകും. പക്ഷെ അതിലേക്ക് ഞാൻ വിചാരിച്ചു ഇവർ ആക്ച്വലി ഗജേന്ദ്രൻ എന്ന് പറയുന്ന അണ്ണൻ ഉണ്ടല്ലോ, ഗജേന്ദ്രൻ എണ്ണം വരും പടത്തിൽ അവസാനം. കാര്യം ഈ പടത്തിന്റെ കഥയിൽ ഉള്ള എലമെന്റ് ആണല്ലോ കുറെ. അതിന്റെ ക്ലോഷർ ചിലപ്പം ഇവിടെ തീർക്കുമായിരിക്കും, അടുത്ത ചാപ്റ്ററിന് വേറെ കഥ ആയിരിക്കുമല്ലോ എന്നുള്ള ലൈനിൽ. പക്ഷേ ഈ ഗജേന്ദ്രനൊക്കെ വന്നു പോയി. ഗജേന്ദ്രൻ ഒരു പടത്തിൽ ഒരു സീൻ വരുന്നുണ്ട്, ഗജേന്ദ്രനാണ് നമ്മുടെ ലാസ്റ്റ് വരുന്ന പുള്ളി. അപ്പോൾ ആ എലമെന്റ് ഒക്കെ ഇങ്ങനെ വന്നു. അതെ, അത് ഞാൻ വിചാരിച്ചു ഈ ഓർഗൻസ് മാറ്റി വെക്കുന്നു, അങ്ങനത്തെ കുറെ സാധനങ്ങൾ പവർ മാറ്റി വെക്കുന്നതൊക്കെ ഇങ്ങനെ ലൈവ് ഹ്യൂമൻ പരിപാടികൾ, ബ്ലഡ് അങ്ങനത്തെ പരിപാടികളാണെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നു, ഈ സാധനമൊക്കെ പിന്നെ വരും. പക്ഷെ അതൊക്കെ എനിക്ക് തോന്നുന്ന മൈൽഡ് സെറ്റിങ്ങിന്റെ കൂട്ടത്തിലുള്ളത് ഈ പോലീസുകാരന്റെ കൂട്ടത്തിൽ. ട്രാൻസിഷൻസ് ഒക്കെ രസമുള്ള പരിപാടികൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തട്ടിയിട്ട് അത് ആക്ച്വലി ഒരു ഒറിജിനൽ വീഡിയോ കണ്ടിട്ടുണ്ട്. ചെയ്തയാളെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. കണ്ടിന്യൂസ് വീഡിയോ ഇറക്കുന്ന ആളാണ്. അത് തന്നെ അങ്ങനെ അങ്ങനത്തെ കുറെ ട്രാൻസിഷൻസ് എഡിറ്റിംഗ് ചമൻചാമ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ എഡിറ്റിങ്ങിൽ പുള്ളിക്ക് ചെയ്യാൻ പറ്റും. ഇവർ പറയുന്നുണ്ട് എഡിറ്റിങ്ങിലൂടെ
ഒരുപാട് സാധനങ്ങൾ പുള്ളിയുടെ എഡിറ്റിംഗ് വേർഷൻ ഉണ്ടായിരുന്നു പറഞ്ഞു. ഈ ഇന്റർ കട്ടിങ് പരിപാടികളൊക്കെ ചലൻ കുറച്ച് ചെയ്തിട്ടുണ്ട്. തല്ലുമാലയ്ക്ക് ശേഷം ഇത്രയധികം എഡിറ്റിംഗിൽ പാറ്റേൺസ് കാണുന്ന ഇതിലാണ് ഇങ്ങനെ കുറച്ച് ഫൺ എഡിറ്റിംഗ് വെച്ച് ചെയ്യാന്നൊക്കെ ഈ പടവും അതിന് സഹായിക്കുന്ന ടൈപ്പ് പടമാണ്. അത് കറക്റ്റുമാണ്. ഇപ്പോൾ ഉപ്പ് തട്ടി സ്കൈ ആകുന്നെന്ന് പറഞ്ഞാൽ ഈ പടമായിട്ട് കണക്ട് ചെയ്യുന്ന ടൈപ്പ് ട്രാൻസ്ലേഷൻ ചുമ്മാ ഇങ്ങനെ അതെ വെറുതെ എന്നാൽ നമുക്കൊരു ട്രാൻസ്ലേഷൻ ഇടാം എന്ന് പറയുന്ന സാധനമല്ല. ഇതെന്ത് ഗണ്ണോ വേറെ എന്തോ ഒരു സംഭവമില്ല, ഗണ്ണിന്റെ ഇത് വെച്ചിട്ട് ഗ്ലാസ്സിൽ ഐസ് വീഴുന്നു അങ്ങനത്തെ ഒരു പരിപാടിയും അതുകൊണ്ടാണ്. അത് ഗണ്ണിന്റെ അല്ല, മറ്റേ ഹോസ്പിറ്റലിലെ ലൈറ്റിന്റെ അതിൽ ട്രാൻസ്ലേഷൻ കൊടുക്കുന്ന മറ്റേ ഗ്ലാസ്സിൽ ഐസ് ക്യൂബ് ഇടുന്ന സാധനം. അതെ, അങ്ങനെ കുറച്ച് ട്രാൻസിഷൻസ് ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി ഓവറോൾ ടെക്നിക്കലി ഇത് ഭയങ്കര ഇടയിലും പടമാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം ഇതിനകത്ത് മറ്റേ ഈ കെമിക്കൽസ് ഒക്കെ നമ്മുടെ കഞ്ചാവ് ഈ സാധനങ്ങളൊക്കെ മൈൽഡായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. പ്രൊമോട്ട് ചെയ്താൽ ഇവരതൊരു ക്രൈമാണോ എന്നൊരു ക്യാരക്ടർ ചോദിക്കുന്ന പോലെ തന്നെ ലൈനിൽ തന്നെ നിൽക്കുകയാണ്. ആ ലൈനിൽ തന്നെ നിൽക്കുകയാണ്. ഒരു അങ്ങോട്ടും ഇങ്ങോട്ട് ക്രൈം ആടാ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇല്ല എന്ന് പറയുന്ന ഒരു തെറ്റാണെന്ന് പറയുന്ന കാര്യമില്ല. അതുണ്ട് അത് ഇതിന്റെ ഭാഗമാണെന്നുള്ള ഇതൊരു ക്രൈം അല്ല എന്ന ലൈനിൽ എഴുതി വെക്കുന്ന പോലത്തെ ഒരു സംഭവം. അത് ആരുടെയൊക്കെയോ എഴുതിയ ആളുകളുടെ തോട്ട് പ്രോസസ് പോലെ തോന്നി. അതിങ്ങനെ അതൊരു ക്രൈം അല്ല, ഇത് നമ്മൾ കെമിക്കൽസ് വേണ്ടവർക്ക് ഉപയോഗിക്കാം. അത് കാരണം അത് തടയാൻ വരുന്നത് വില്ലനാ, അല്ലാതെ വേറെ ക്യാരക്ടർ ഒന്നും അല്ല. വില്ലനും പാത്ത് പണ്ട് തമ്പി എന്ന് പറഞ്ഞ തോളത്താണ്ട് തിരിച്ചു. ഞാൻ എന്നെ അറിയാവുന്നവരോട് പറഞ്ഞിട്ടുണ്ട് നോ ഡ്രഗ്സ് അങ്ങനത്തെ അങ്ങനത്തെ ക്യാരക്ടർ ഇല്ല ഇതിനകത്ത്. അങ്ങനൊരു അത് ഒരു 4-5 തവണ ആയപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഒരു അതുപോലെ അവരെ വില്ലനെയും നായകനും ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു പറയുന്നുണ്ടല്ലോ വില്ലൻ ടീടോളറാണ്. എനിക്ക് യാതൊരു വിധത്തിലും ഇതൊന്നും ഇല്ലാത്ത ഒരാള് നായകൻ എന്ന് പറയുന്നത് വെള്ളവഴി സിഗരറ്റ് വലി കഞ്ചാവ് എല്ലാം ഉണ്ട് എന്ന് പറയുന്ന ആളല്ലേ. അപ്പൊ നായക പറയുന്നത് ഇത് അതായത് സംഭവം എന്താ വെച്ചാൽ ഇവർ പറയാൻ നോക്കുന്നത് ചിലപ്പം ഇതൊന്നും ഉള്ളത് വെച്ചിട്ടല്ല നായകനെ വില്ലനെ ഡിസൈഡ് ചെയ്യുന്നത്, മറ്റ് ആക്ടിവിറ്റീസ് വെച്ചിട്ട്. ബട്ട് എന്തോ അത് പ്രൊമോട്ട് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നി. അതായത് നമുക്ക് ഓക്കെ ഇത് നായകൻ അടിക്കും എന്ന് പറയുന്നതും അടിച്ചാലേ ഇതുള്ളൂ എന്ന് പണ്ടത്തെ ക്യാരക്ടർ പറയാം, അടിച്ചാലേ ആണെങ്കിൽ അന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് തോന്നി. അപ്പൊ അത് എനിക്ക് അത്ര വർക്കാവാത്തൊരു എലമെന്റ് ആണ് വർത്തി. പിന്നൊരു രസമായിട്ടുള്ള എലമെന്റ് ഈ കന്നഡ പറയുമ്പോഴത്തേക്ക് ഇത് എങ്ങനെ നമ്മുടെ അടുത്ത് ഈസി ആയിട്ട് പ്രസന്റ് ചെയ്യാന്നുള്ളത്. സ്ക്രീനിൽ സബ് വരും, എന്നിട്ട് ഇതിനകത്ത് തന്നെ പ്രധാന വേർഡ് നമ്മളിങ്ങനെ പടവും കാണാം. ആ വേർഡ് ടൈപ്പോഗ്രഫി സ്റ്റൈലിംഗ് അത് ഭയങ്കര രസമുള്ള. അത് ആരുടെ ഐഡിയ ആണെങ്കിലും ആ യെല്ലോ പെട്ടെന്ന് വരുമ്പോഴത്തേക്ക് ആ ഒരു വാക്ക് മാത്രം വായിച്ചാൽ ഇൻഫർമേഷൻ അതെ അതെ അത് നല്ലൊരു. അത് നമ്മളും പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന വേറൊരു ഭാഷ വരുമ്പോൾ അത് എങ്ങനെ ഫുൾ സബ്ടൈറ്റിൽ ചെയ്യണം. അത് ഇത് ഈ പടത്തിന്റെ മൂഡിന് മൂഡിന് ചേരും. അത് തന്നെ ഈ സൂപ്പർ ഹീറോ പടമായതുകൊണ്ട് ഈ ടൈപ്പോഗ്രഫി മീറ്റ്മൽ ഇതൊക്കെ അത് നല്ല രസമുണ്ടായിട്ട് തോന്നി എനിക്ക്. പിന്നെയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ സാധാരണ സൂപ്പർ ഹീറോ പടത്തില് എല്ലാ പടവും പൊളിയുന്നത് എങ്ങനെയാണ്, നമ്മൾ ലോകത്തെ രക്ഷിക്കാൻ പോകണം. ഇവിടെ അങ്ങനെ ഒരു പരിപാടിയില്ല. അതായത് ആരും രക്ഷിക്കണ്ടേ. അത് സൂപ്പർ ഹീറോ പടമാണെങ്കിലും രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ ഞാൻ രക്ഷകനാണ് ആ എലമെന്റ് ലാസ്റ്റ് ഇങ്ങനെ. പക്ഷെ ഇവരുടെ എൻ്റെയർ സൂപ്പർ ഹീറോസിന്റെ അവരുടെ നിലനിൽപ്പ് തന്നെ ഭൂമിയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ റെഡിയാണ് എന്നുള്ള ലൈനിലാണ് ഇവർ റെഡിയാണ്. പക്ഷെ നമ്മുടെ ഈ പടത്തിൽ അതില്ല എന്ന് മാത്രമല്ല, ഈ വണ്ടർ വുമന്റെ ഒരു എലമെന്റ് ഇല്ല. അതായത് വർഷങ്ങൾക്ക് ശേഷം നായകൻ മരിച്ചുപോയി പണ്ട്, പക്ഷെ ആ ഒരു എലമെന്റ് പോലെയാണ് നസ്ലിനെ യൂസ് ചെയ്തേക്കുന്നത്. അതൊക്കെ ഭയങ്കര രസമുള്ള എലമെന്റ്. പ്രത്യേകിച്ച് പുനർജന്മം സ്വയരക്ഷയാണ് ഈ പടത്തിന്റെ ക്ലൈമാക്സ്. ഞാൻ വിചാരിച്ചു ഇവർ തമ്മിലുള്ള ഒരു റൊമാൻറ്റിക് എലമെന്റ് കുറച്ച് കൂടി ഇടയ്ക്ക് കുറച്ച് തോന്നി. പക്ഷെ അത് ഭയങ്കര കറക്റ്റായിട്ട് അവരൊരു സ്റ്റോപ്പ് ചെയ്യണം. മോഡേൺ വേർഷൻസ് തമ്മിൽ റൊമാൻസ് ഇല്ല, പക്ഷേ അവനെ കാണുമ്പോഴത്തേക്കും മറ്റേയാളെ ഓർമ്മ വരുന്നുള്ള എലമെന്റാണ്. അപ്പൊ അവർ അവിടെ അവിടെ നിർത്തിയതല്ല റൊമാൻസ്. അത് പിന്നെ അങ്ങോട്ട് വലിയൊരു റൊമാൻറ്റിക് ലൈനിലേക്ക് അത് പോകാതെ ആ ഒരു പോയിന്റിൽ സ്റ്റോപ്പ് ചെയ്ത് കുറ്റബോധം ലൈനിൽ നിർത്തി. അത് എനിക്ക് അവനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. അത് നമ്മുടെ അമേസിംഗ് സ്പൈഡർമാന്റെ അത് കൊള്ളായിരുന്നു. അത് ഞാനും ഇങ്ങനെ പടം ഇങ്ങനെ പോകുന്ന കൊണ്ട് വെച്ചിട്ട് ഇനി ഇതിലേക്ക് ഒരുപാട് ഇവർ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഇൻട്രസ്റ്റ് ചിലപ്പോൾ ലൂസായി പോകുന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഒരു കറക്റ്റ് ഒരു പോയിന്റിൽ അത് നിർത്തുകയും ചെയ്തു. അത് കൊള്ളായിരുന്നു. അതെ, ഈ മറ്റേ വിജയരാഘവന്റെ ക്യാരക്ടറിന്റെ ഒരു ബുക്കുണ്ടല്ലോ, ആ ബുക്കിനെ കുറിച്ച് അല്ലെങ്കിൽ പുള്ളി എഴുതിയത് കൊണ്ട് തന്നെ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ആളുകളോട് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമല്ലോ. അപ്പം ഇങ്ങനെ ഓരോ വാക്കുകൾ, ഇപ്പോൾ യക്ഷി എന്താണ് എന്നുള്ള എലമെന്റ് ഇവർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. യക്ഷി എന്ന് പറയുന്നത് ഫണ്ടമെന്റലി നെഗറ്റീവ് അല്ല. ഏത് കാഴ്ചപ്പാടിൽ നിന്ന് ആര് കാണുന്നു അവർക്കനുസരിച്ചാണ് യക്ഷിയാവുന്നത് ആ എലമെന്റ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതായത് ആര് ഇവളെ നോക്കുന്നു അവർക്കനുസരിച്ച് പെർസ്പെക്റ്റീവിന്റെ ചേഞ്ച് അനുസരിച്ചാണ് ഇവള് യക്ഷിയും ദൈവമാകുന്നുള്ളത്. അപ്പൊ അത് ഭയങ്കര അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഈ
ബേസ്ഡ്. പക്ഷെ അതൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ പുട്ടിന് പീര പോലെ പോയി. ആ എലമെന്റ് ഒരുപാട് പോയില്ല. പക്ഷെ അതിനെ ബേസ് ചെയ്യുന്നത് മറ്റേ കഥ ഉണ്ടാക്കി മറ്റേ ഇതിലെ കൊച്ചുകുട്ടിയുടെ ആ ഫുൾ സ്റ്റോറി അവരെ സംബന്ധിച്ച് പിന്നീട് ദേവിയെ പിന്നെ ഇടയ്ക്ക് ഒരു മരത്തിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന ആ മരമാണോ ഉദ്ദേശിച്ചത്? അതായത് ആ കാടാണ് ഇപ്പോഴത്തെ നഗരം എന്നാണ് പുള്ളി പറയുന്നത്. ഈ നഗരം പണ്ട് ഇങ്ങനെ കാടായിരുന്നു പുള്ളി കഥ പറഞ്ഞത്. ആ മരം കണ്ടപ്പോൾ എനിക്ക് മരം മനസ്സിലായി. പക്ഷെ ആ കാട് മരമായെന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അല്ലാതെ പുള്ളി കഥ പറഞ്ഞു തുടങ്ങൂലെ വൈരാവൻ. അപ്പം പണ്ട് ഈ നഗരം ഒരു വലിയ കാടായിരുന്നു എന്ന് പറഞ്ഞാൽ പുള്ളി തുടങ്ങുന്നത്. അപ്പം അപ്പോഴാണ് ആ ടി വിയിലെ ട്രാൻസിഷൻ വരുമല്ലോ, ഈ സിറ്റി പെട്ടെന്ന് ഇങ്ങനെ കാടായി മാറുന്ന ഒരു ട്രാൻസിഷൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് അവരത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ലോക എന്ന് പറഞ്ഞ സിനിമ സംഭവിക്കാനുള്ള റീസൺ തന്നെ നമ്മുടെ ഡി ക്യു. അതായത് ഇത്രയും വലിയൊരു ഒരു എക്സ്പെരിമെൻ്റൽ അറ്റംപ്റ്റ്. അതായത് ഇത് പാളിപ്പോയാൽ ഇത് ഒരൊറ്റപ്പെടുത്ത് തീരും. പക്ഷേ അതിൽ ഒരു വിശ്വാസം കൊടുത്ത് ഈ സാധനം ചെയ്യാനായിട്ട് ഇവർക്കൊരു ഫസ്റ്റ് പുള്ളി ഒട്ടും ഇൻവോൾവ് ചെയ്യാത്തൊരു പ്രൊഡ്യൂസറായിട്ട് ഇതിൽ ഒട്ടും കൈ കടത്താതെ. അപ്പോൾ ആക്ച്വലി ഇങ്ങനൊരു പടം സപ്പോർട്ട് ചെയ്ത് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായി ഡി ക്യുവിനെ പോലെ ആൾ വന്നതാണ് ഇങ്ങനൊരു സിനിമ സംഭവിക്കാൻ തന്നെ ഇവിടെ വലിയൊരു കാരണമായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡി ക്യുവിനോട് ഒരു വലിയ നന്ദി. തുടർന്ന് ഇപ്പോൾ ഓൾറെഡി 100 കോടി കളക്ഷൻ കിട്ടി. അതായത് ഡി ക്യുവിൻ്റെ വേഫെയറിൻ്റെ ഏറ്റവും വലിയ ഹിറ്റാണ്. അപ്പം ഇതിന്റെ അടുത്ത പാർട്ടുകളിലേക്ക് കൊത്തുണ്ട്, മറ്റേ ഇത് കുറുപ്പുണ്ട്, അതൊക്കെ ബജറ്റ് കളക്ഷൻ കിട്ടി. അപ്പം ഈ അടുത്ത പാർട്ടുകൾക്ക് വേണ്ടി നല്ല കൂടുതൽ ഇപ്പം ഈ സിനിമയുടെ വിജയം തന്നെ ഇവർക്ക് അടുത്ത പടത്തിന് നല്ല എമൗണ്ട് ഇറക്കാനും. അതെ, ഇത്രയും പുതുമയുള്ളൊരു സംഭവം വന്നിട്ട് അത് ഇത്രയും വലിയൊരു ഹിറ്റും ആയി. അപ്പോൾ അത് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും പ്രൊഡ്യൂസർ എന്നല്ല. അപ്പോൾ അടുത്ത പാർട്ടുകൾക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനും കൂടുതൽ സമയം കൊടുത്ത് ഭയങ്കര ഭംഗിയാക്കാനും. പിന്നെ ഇമാതിരി കഥകൾ കൊണ്ടുപോകുന്ന നമ്മളെപ്പോലുള്ള ഞങ്ങളെപ്പോലുള്ള ജഗളെ പോലെയുള്ള പുതിയ ഞങ്ങളുടെ ലോകമുണ്ടെന്നല്ല, അല്ല നമ്മുടെ അങ്ങനെ വെറൈറ്റി, അതായത് വെറൈറ്റി നമുക്ക് പ്രൊഡ്യൂസർമാർ ചെന്ന് പറയാൻ മടിയാണ്. ഇത് വർക്കാകുമോ, അല്ലെങ്കിൽ അവരിങ്ങോട്ടൊരു 5 പടം പറയും, ഇതിനു മുമ്പ് വർക്കായ പടങ്ങൾ ഇതുപോലൊരു സാധനം ചെയ്യുന്ന മിക്കവാറും പറയുന്നത്. അപ്പോൾ അതിന് പകരം ഇങ്ങനൊരു പടം നമുക്ക് ചെയ്ത് നോക്കാം എന്നുള്ള സംഭവമാണ്. ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അത് ശരിയാണ്, പൈസ മുടക്കുന്ന ആൾക്ക് പൈസ തിരിച്ച് കിട്ടണം, അത് എല്ലാവർക്കും ഉണ്ട് ചിന്ത. ബട്ട് ഇത് അറിയത്തില്ല, നമുക്ക് ആർക്കും അറിയത്തില്ല. നമ്മളിത് ചെയ്ത് ഈ സിനിമ വർക്കാവുമോ സിനിമ വിജയിക്കുമോ എന്നുള്ളത് ഒരാൾക്കും ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് ഒരു ലാസ്റ്റ് മൊമെന്റ് ഇത് തിയേറ്ററിൽ എത്തുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല ഔട്ട്പുട്ടുള്ള പടങ്ങൾ പോലും തിയേറ്ററിൽ പരാജയപ്പെടാറുണ്ട്. അപ്പോൾ അത് എന്ന് പറയുന്നത് എന്തോ ഒരു ഫാക്ടറാണ്. അത് ഒന്നടങ്കം മലയാളികളെ എന്താ നീലി എന്താണ് സാരി ഒന്നും ഇടാത്തവരെന്താ അങ്ങനെയല്ലോ നീലി എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചാൽ തീർന്നു. ചുമ്മാ അതൊക്കെ കിട്ടും, അതൊരു ടൈമിംഗ് ആണ്. ആ ചോരയെ കുടിച്ച് നടക്കുന്നില്ല, അത് സൂചിച്ചില്ല അങ്ങനെ വിചാരിക്കാം. പക്ഷെ അങ്ങനെ വിചാരിക്കാതെ ഇതിന്റെ പുതുമ അംഗീകരിക്കണം. അത് പ്രേക്ഷകരോടും ഇങ്ങനെ സിനിമ ചെയ്യാൻ തയ്യാറായ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായ ഡി ക്യുവിനോടും നമ്മൾ നന്ദി പറയുന്നു. പിന്നെ ഈ സിനിമയിൽ ഡി ക്യുവിൻ്റെ ഒരു ക്യാമിയോ ഉണ്ട്. മറ്റേ നമ്മൾ ഈ പുറത്തെ പടം കഴിഞ്ഞ് വരുന്ന ക്രെഡിറ്റ് സീനുകൾ, ഒന്നിൽ കൂടുതൽ സീനുകളുണ്ട്. അപ്പം ആ സീനായിട്ട് വന്നു. ആ സീൻ ആക്ച്വലി തിയേറ്ററിൽ ഇരുന്ന ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും ദുൽഖർ ഈ സിനിമയിൽ വരുമെന്നുള്ള എവിടുന്നോ കേട്ടൊരറിവുണ്ട്. അല്ല, അതിന് മുമ്പ് കാണിക്കുന്നുണ്ട്. അവന് മുമ്പ് മറ്റേ ജസ്റ്റ് ഗ്ലിംസ് ഉണ്ടായിരുന്നു. അപ്പം ഫുള്ളി ഫേസ് റിവീൽ ആവുന്നത് ഈ ലാസ്റ്റാണ്. അപ്പം ആൾക്കാർക്ക് അറിയാം ദുൽഖർ വരുമെന്നു. പിന്നെ ഈ പറഞ്ഞ നേരത്തെ കണ്ടല്ലോ, അപ്പോൾ ദുൽഖറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓഡിയൻസ് ഉണ്ട് കൈയടിക്കാൻ. അവർക്ക് കൈയടിക്കാനുള്ളൊരു സീൻ മാത്രമായിരുന്നു അത് എന്നാണ് എനിക്ക് പേഴ്സണൽ തോന്നുന്നത്. കാരണം എനിക്ക് ആ സീൻ ദുൽഖറിന്റെ ഇൻട്രോ നമ്മൾ സീൻ ഇങ്ങനെ വേറിട്ട് നിൽക്കും. അതായത് ഇതിന്റെ ഐഡിയാസ് അവരുടെ തലയിലുണ്ടാവും. ഇതൊരു വേറൊരു സീൻ, അതായത് നമ്മൾ പടം കഥയെല്ലാം കഴിഞ്ഞു, പിന്നെ മറ്റേ അവരെ ഡീൽ ചെയ്തു എന്ന് വേണേൽ പറയാം. അതായത് മൂത്തോൻ ഡീൽ ചെയ്തോളൂ എന്ന് പറയുന്നത് അത് അയക്കുന്നത് ദുൽഖറിനെ ആയിരിക്കാം. മറ്റേവരെയൊക്കെ ഡീൽ ചെയ്യാൻ മൂത്തോനേക്കുന്നു. അപ്പം മൂത്തോൻ വിടുന്നത് ദുൽഖറിനായിരിക്കും ഏൽപ്പിക്കുന്നത് എന്നുള്ള ലൈനിലായിരിക്കാം. പക്ഷെ അത് നമുക്ക് ഇപ്പം ടൊവിനോ ക്യാരക്ടർ കാണിക്കുമ്പോൾ അദ്ദേഹം ചാത്തനാണെന്നുള്ളൊരു ഒരു ഇതുണ്ടല്ലോ. അതെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഈ മാത്രമല്ല അതൊരു ബിൽഡപ്പ് ഉണ്ട്. അതായത് പുള്ളി അവിടെ ഇരുന്നത് കേൾക്കുന്നു, പുള്ളി മറ്റേ പല്ല് എന്തോ സ്വർണ്ണ അത് കാണിക്കുന്നു, പിന്നെ ആ ഡെവിൾഡ്, അതൊക്കെ ഒരു ബിൽഡപ്പാണ്. അത് കഴിഞ്ഞിട്ടാണ് റിവീൽ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റിവീല്, അല്ലെങ്കിൽ ഇപ്പോൾ വിജയരാഘവൻ പറയുന്നു പിന്നെ ഒരാളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ കടമറ്റത്ത് കത്തനാർ പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. എനിക്ക് തളയ്ക്കാൻ പറ്റാത്ത 2 പേരുണ്ട്, ഒന്ന് ചാത്തനാണ്, പിന്നെ 2ാമത്തെ ആളെ പറ്റി പറയുന്നില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ലീഡ് ഇട്ടിട്ട് ഈ ഡീക്കിന്റെ ക്യാരക്ടറിലേക്ക് വരുമായിരുന്നെങ്കിൽ ജിന്നാണെന്നാണ് അങ്ങനെ പൊതുവെ ഒരു സംസാരമുള്ളത്. പിന്നെ ജിന്നാണെങ്കിൽ ഒരു തിയേറ്ററിൽ അത് വർക്കാവും. കാരണം ചാർലിയിലൊരു ജിന്നാണ്, ചാർലി എന്നാണ് പേര്, ക്യാരക്ടറിന്റെ പേര് പറയുന്നത്. അപ്പുറം റൂമിൽ ചാർലിയാണെന്ന് പറയുന്നത്. അപ്പൊ ചാർലി ഓരോ ജിന്നാണ് മകൻ, അങ്ങനെ കണക്ട് ചെയ്ത് ജിന്നാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അറിയില്ല, അതൊരു കൊമേഴ്ഷ്യൽ കണക്ഷൻ ആണ്.
അത് എത്ര ഓഡിയൻസിന് അത് കിട്ടുമെന്ന് അറിയത്തില്ല. എല്ലാവർക്കും കാണുമ്പോൾ ഒരു നിഞ്ച വാറിയർ വരുന്ന ഒരു ഫീലാണ്. അതായത് കറ്റാനയും ഒരു നിഞ്ച ബ്ലേഡുമായിട്ട് ഒരാൾ വരുന്നു. അതുകൊണ്ടാണ് അത്ര. അതെ, നമുക്ക് കോസ്റ്റ്യൂമിങ് ചേട്ടാ ആ ലുക്ക് വന്നോട്ടെ, പക്ഷെ നമ്മളോട് പറയുകയാണെങ്കിൽ ജിന്നാണ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരാളാണെന്നൊരു ഹിന്റ് തന്നിരുന്നെങ്കിൽ നമുക്ക് ആ ക്യാരക്ടർ ഇതിലും ബെറ്റർ വർക്ക് ആവും. അല്ല, പക്ഷെ എനിക്ക് ആ കോസ്റ്റ്യൂമിങ് മറ്റവരുടെ കോസ്റ്റ്യൂമിങ് വെച്ച് നോക്കുമ്പോൾ കുറെ അത്ര വർക്ക് ചെയ്യാത്തൊരു കോസ്റ്റ്യൂം നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളൊരു ഫീൽ. അത് ആ ടൈപ്പ് മറ്റേ ഇപ്പം ടോവിനോടെ കോസ്റ്റ്യൂമിങ് നമ്മൾ ഈ ബാൻഡ് വായിക്കുന്നവർ ആ ഒരു ലൈൻ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു പടത്തിൽ അത് പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു പുതുമയുണ്ടായിരുന്നു. കല്യാണിയുടെ ക്യാരക്ടർ ആണെങ്കിലും ഒരു വളരെ കാഷ്വൽ വെയർ പോലത്തെ സംഭവമാണ്. ബട്ട് അതിനൊക്കെ ഒരു പുതുമയുണ്ടായിരുന്നു. അപ്പോൾ ഈ ദുൽഖറിലേക്ക് വരുമ്പോഴത്തേക്ക് ആ കോസ്റ്റ്യൂമിങ് എന്തോ ഒരു മിസ്ഫിറ്റ് പോലെ ഫീൽ ചെയ്തു. മാത്രമല്ല അത് അത്ര വർക്ക് ചെയ്യാത്തൊരു വളരെ അത്ര എറിച്ച് നിൽക്കാത്തൊരു കോസ്റ്റ്യൂം പോലെ തോന്നി. പക്ഷെ അത് ജനറൽ ഓഡിയൻസ് അതൊരു പ്രശ്നമേ അല്ല. ഡിഗ്രിക്കുന്നവർക്ക് നമുക്ക് മാത്രം നമുക്ക് നമ്മുടെ പല നടന്മാരും ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ അഭിനയിച്ച് കാണണമെന്നുള്ളവർക്ക് ഇപ്പോൾ ഒരു കറ്റാനൊക്കെ പിടിച്ചുകൊണ്ട് ദുൽഖർ നിൽക്കുന്ന വിഷ്വല് രസിക്കുന്ന അതിന് ബീജമും അടിപൊളിയായിരുന്നു. അതെ, അതൊക്കെ രസിക്കാം. ബട്ട് ആ സീൻ മൊത്തത്തിൽ ഇവരുടെ പൊതുവെ ഈ പടത്തിൽ ഫൈറ്റ് സീനൊക്കെ ഒരു ഇൻഡോർ ക്ലോസ്ഡ് സ്പേസിലിട്ട് തീർക്കുവാണ്. അപ്പോൾ അത് തന്നെയാണ് ദുൽഖറിനും കിട്ടിയേക്കുന്നത്. അടുത്ത ദുൽഖറിൻ്റെ പടം വരുമ്പോഴത്തേക്കും സെറ്റാണ്. നമ്മളൊരു ഓൺലൈൻ ഫ്രണ്ടാണ് സജിത് രാജേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്. പുള്ളി ഇതിൻ്റെ ലൈൻ പ്രൊഡ്യൂസറായിട്ട് DA ലൈൻ പ്രൊഡ്യൂസർ. എനിക്ക് കൃത്യമായിട്ട് എന്താണ് ആ പരിപാടി എന്ന് അറിയില്ല. പുള്ളിയുടെ അടുത്ത് ഇനി ചോദിക്കണം, വിശദമായിട്ട് ചോദിക്കണം എന്താ പറയുക. പുള്ളി ഇടയ്ക്കിടയ്ക്ക് മറ്റേ സ്റ്റാറ്റസ് ഇടും. അപ്പോഴേ പറയും ഇതിനും വർക്ക് ചെയ്തോ, ഇതിനകത്തുണ്ട് മറ്റേ ഓടും കുതിര എല്ലാ പടത്തിനും പുള്ളി. അപ്പം ഞാൻ ഇതിലും നിങ്ങളാണ് വർക്ക് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം പുള്ളിയുടെ അടുത്ത് ഇനി കാണുമ്പം നേരിട്ട് കാണുമ്പോഴത്തേക്ക് പരിപാടികൾ എങ്ങനെയൊക്കെയാണെന്ന് ചോദിക്കണം. അപ്പോൾ ഈ ഓണത്തിന് ഫാമിലിയായിട്ട് എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന ഒരു അടിപൊളി അടാറ് പടമാണ് ലോക. നമ്മൾ ഹാപ്പിയാണ്. നിങ്ങൾ എല്ലാ എലമെന്റ്സിനെയും കുറിച്ചും നമ്മൾ സംസാരിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം സിനിമ കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇതുപോലെ ഞങ്ങൾ പറഞ്ഞതിന് എതിരഭിപ്രായങ്ങളുള്ളവരോ ഞങ്ങളോട് യോജിക്കുന്നതോ നിങ്ങൾ എന്താണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമന്റിൽ പറയുക. അതെ, മാത്രമല്ല നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 1.5 മണിക്കൂർ വീഡിയോസിൽ നിന്ന് താഴെ 1 മണിക്കൂർ താഴെയുള്ള വീഡിയോ ആക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നാലും പറ്റുന്നില്ല ഞങ്ങൾക്ക്. ഇനിയും സംസാരിക്കണം എന്നുള്ളത് നമുക്ക്. അതെ, നമുക്ക് ഒരുപാട് പറയാനുണ്ട്. എല്ലാ സീൻ ബൈ സീനും നമുക്ക് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ അത് പിന്നീട് നമുക്ക് ചെയ്യാൻ ശ്രമിക്കും. OTT ലെവലിൽ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഒരു സീൻ എടുത്ത് വെച്ച് അനാലിസിസ് കുറച്ച് കാലമായിട്ട് നമ്മൾ കുറെ നാളായിട്ട് പറയുന്നത് സീൻ അനാലിസിസ് ചെയ്യണമെന്നുള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതായിട്ട് എല്ലാ എലമെന്റ്സിനെ കുറിച്ചും രസം